two electric bulbs P and Q have their resistance in the ratio 1:2. Two electric bulbs P and Q. ഇപ്പോൾ രണ്ട് ഇലക്ട്രിക് ബൾബാണ് നമുക്ക് നൽകിയിരിക്കുന്നത്, ഒന്ന് പിയും ഒന്ന് ക്യൂവും. അതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ ആണ് നൽകിയിരിക്കുന്നത് 1:2. They are connected in series across a battery. Find the ratio of power dissipation in these bulbs. അപ്പം ഇത് സീരീസ് കണക്ഷൻ ആണെന്ന് പറഞ്ഞു. സീരീസ് കണക്ഷനിൽ ഇലക്ട്രിക് കറണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. സെയിം ഇലക്ട്രിക് കറണ്ട് ആയിരിക്കും സീരീസ് കണക്ഷനിൽ ഫ്ലോ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പവർ ഡിസിപ്പേഷൻ്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പവർ ഡിസിപ്പേഷൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പവറിൻ്റെ ഇക്വേഷൻ ആണ് എഴുതേണ്ടത്. പവറിൻ്റെ 3 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, അതിന് റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്, കൂടാതെ കറണ്ട് സെയിം ആണെന്നുള്ള ഹിന്റ് നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പവറിൻ്റെ കറണ്ടും റെസിസ്റ്റൻസും ഉൾപ്പെടുത്തക്ക രീതിയിലുള്ള പവറിൻ്റെ ഇക്വേഷൻ ആണ് നമ്മൾ എഴുതേണ്ടത്. ആ റിലേഷൻ നമ്മൾ എഴുതുക. ഏതായിരുന്നു റിലേഷൻ? P is equal to I square. അപ്പം ഇവിടെ I കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു, രണ്ടിലും സെയിം കറണ്ട് ആണ് ഒഴുകുന്നത് പറഞ്ഞു, അത് കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? P is proportional to R എന്ന് എഴുതാം. P is proportional to R എന്ന് എഴുതാം. ഓക്കെ. For series combination, same current flows through both bulbs. Hence, power dissipated in the bulb is directly proportional to its resistance. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബൾബിൻ്റെ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ബൾബിന്റെ കേസ് നമുക്ക് P1 ആയിട്ട് എടുക്കാം. P1 ഈസ് പ്രൊപ്പോർഷണൽ ടു R1 എന്ന് എഴുതാം. അതേപോലെ രണ്ടാമത്തെ ബൾബിനെ നമ്മൾ P2 ആയിട്ട് എടുത്താൽ P2 ഈസ് പ്രൊപ്പോർഷണൽ ടു R2 ആയിട്ട് എഴുതാം. അപ്പോൾ അതിന്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി P1 ഡിവൈഡ് ബൈ P2 കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു R1 ഡിവൈഡ് ബൈ R2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് R1 ഡിവൈഡ് ബൈ R2. ഓക്കെ. R1 ഡിവൈഡ് ബൈ R2 ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 1:2 ആണ്. അതെന്ന് പറയുന്നത് 1/2 ആയിട്ട് വരും. അപ്പോൾ നമുക്ക് P1 ഈസ് ടു P2 എന്ന് പറയുന്നത് 1:2 എന്ന് ആൻസർ കിട്ടും. The ratio of power dissipated is 1:2. The ratio of power dissipated is 1:2. ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞെന്ന് മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ, നിക്രോം ആൻഡ് copper wires of same length and same radius are connected in series. Current I is passed through them. Which wire heated up more? Justify your answer. അപ്പം ഇവിടെ രണ്ട് മെറ്റീരിയലിലെ വയറാണ് തന്നിരിക്കുന്നത്. ഒന്ന് നിക്രോമും മറ്റൊന്ന് കോപ്പർ വയറും. ഇപ്പം നിക്രോം എന്ന് പറയുന്നത് അലോയ് ആണ്, അതിൻ്റെ റെസിസ്റ്റിവിറ്റി വളരെ കൂടുതലാണെന്ന് നമുക്കറിയാം. കോപ്പർ ഒരു മെറ്റലാണ്, രണ്ടിൻ്റെയും ലെങ്ത് സെയിം ആണ്, അതിൻ്റെ റേഡിയസും സെയിം ആണ്, ഒരേപോലുള്ള വയറാണ്, മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. ബോത്ത് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ സെയിം കറണ്ട് ആണ് പാസ് ചെയ്യുന്നത്. അപ്പം ഇതിലൂടെ Okay, sir. അപ്പോൾ ഇതിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ കൂടും, അത് ഹീറ്റ് ആകും. ഏത് വയറാണ് കൂടുതൽ ഹീറ്റ് ആകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഹീറ്റ് എനർജിയുടെ ഇക്വേഷൻ നമുക്ക് എഴുതാം. ഹീറ്റ് എനർജിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് 3 ഇക്വേഷൻസ് പഠിച്ചു. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റയുടെ ബേസിസിൽ ഇവിടെ കറണ്ട് തന്നിട്ടുണ്ട്, പിന്നെ 2 ടൈപ്പ് വയർ എന്നാണ് പറഞ്ഞേക്കുന്നത്, നിക്രോമും കോപ്പർ. അപ്പം റെസിസ്റ്റൻസിന്റെ ബേസിസിൽ നമുക്കത് എഴുതാം. അതുകൊണ്ട് I² RT എന്ന് പറയുന്ന ഇക്വേഷൻസ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. H is equal to I² RT. ഓക്കെ. അപ്പൊ ഇവിടെ സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് കറണ്ട് സെയിം ആണ്, അപ്പൊ കറണ്ട് കോൺസ്റ്റന്റ് ആണ്, രണ്ടിലും സെയിം ആണ്.
ടൈം സെയിം ടൈമിലാണ് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? H is proportional to R. അതായത് heat generated in these wires is proportional to the resistance. അപ്പം ഇതിൽ ഏത് വയറിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ എന്നുള്ളത് നോക്കിയാൽ മതി. നിക്രോം വയറിന്റെ റെസിസ്റ്റിവിറ്റി വളരെ കൂടുതലാണ്, അത് അലോയ് ആയത് കാരണം അതിന്റെ റെസിസ്റ്റിവിറ്റി കൂടുതലാണ്. കോപ്പർ വയറിന്റെ മെറ്റലാണ് കമ്പാരിറ്റീവ്ലി റെസിസ്റ്റിവിറ്റി കുറവാണ്. അപ്പോൾ റെസിസ്റ്റിവിറ്റി കൂടുമ്പോഴത്തേക്ക് സെയിം ഡയമെൻഷൻ ഉള്ള വയേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിം ലെങ്തും സെയിം റേഡിയസ് ആണ്. സെയിം റേഡിയസ് എന്ന് പറഞ്ഞാൽ സെയിം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള വയറാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് വയറിനായിരിക്കും റെസിസ്റ്റൻസ് കൂടുതൽ? നിക്രോം വയറിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ. അതുകൊണ്ട് ഏതായിരിക്കും കൂടുതൽ ഹീറ്റ് ചെയ്യുക? നിക്രോം വയർ ആയിരിക്കും കൂടുതൽ ഹീറ്റ് ചെയ്യുക. കാരണം ഹീറ്റ് ജനറേറ്റഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുതലുള്ള വയർ കൂടുതൽ ഹീറ്റ് ആവും. അപ്പോൾ ഇവിടെ ആൻസർ എഴുതിയിട്ടുണ്ട്. ഫോർ സീരീസ് കണക്ഷൻ current remains the same in both the wires, so H is proportional to R. So more the resistance of the wire, the more will be the heat generated. We know that nichrome is an alloy whereas copper is a metal. The resistivity of alloy is greater than the resistivity of metal. This means that the resistance of nichrome wire is greater than the resistance of copper wire. Hence nichrome wire gets more heated up as compared to copper wire. അപ്പം ഇത് ഇവിടെ ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. എങ്കിലും എന്താണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഹിയർ നിക്രോം വയർ gets more heated as compared to copper wire. ഓക്കെ, ഇതേ പാറ്റേണിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ 2017 ചോദിച്ചാണ്. ഇതെല്ലാം ഒരേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ചെയ്യുന്ന ഒരു പ്രൊസീജിയർ മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. The potential difference applied across a given resistor is altered so that heat produced per second increases by a factor of 9. By what factor does the applied potential difference change? ഇവിടെ പറഞ്ഞിരിക്കുന്നത് the potential difference applied across a given resistor is altered. അപ്പോൾ ഒരു റെസിസ്റ്റർ ഉണ്ട്, R റെസിസ്റ്റൻസ് ഉള്ള ഒരു റെസിസ്റ്റർ. അതിന് അക്രോസ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓൾട്ടർ ചെയ്തു. നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്നത് ഒരു സെൽ ഉപയോഗിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അത് വേരി ചെയ്തു. ഈ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേരി ചെയ്തു. അങ്ങനെ വേരി ചെയ്തപ്പോൾ ഇതിൽ ഈ റെസിസ്റ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജി പെർ സെക്കൻഡ് എന്തുമാത്രം ഫാക്ടർ ആയിട്ട് ഇൻക്രീസ് ചെയ്തു? 9 ടൈംസ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ വോൾട്ടേജ് ചേഞ്ച് ചെയ്തപ്പോഴത്തേക്ക്, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തപ്പോഴത്തേക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയും 9 ടൈംസ് ഇൻക്രീസ് ചെയ്തു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് by what factor does the applied potential difference change? ആ പൊട്ടൻഷ്യലിന്റെ ചേഞ്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഹീറ്റ് പ്രൊഡ്യൂസ്ഡിന്റെ ഇക്വേഷൻ എഴുതാം. ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ്, അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ്ഡിന്റെ ഇക്വേഷൻ എന്തുവാണ്? ഹീറ്റ് പ്രൊഡ്യൂസ്ഡിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയത് H = I² RT ആണ്. പക്ഷേ ഇവിടെ കറണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, വോൾട്ടേജ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വോൾട്ടേജുമായിട്ട് റിലേറ്റ് ചെയ്ത ഇക്വേഷൻ ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് V² T/R എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ പെർ സെക്കൻഡ് ടൈം സെയിം ആണ്. ഒരു സെക്കൻഡിലാണ് ചേഞ്ച് വരുത്തിയേക്കുന്നത്. ടൈം സെയിം ആണ്. റെസിസ്റ്ററിന് ചേഞ്ച് Okay, sir.
ഇവിടെ ഏതൊക്കെ ഫാക്ടേഴ്സിന് ചേഞ്ച് ഉണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. ഇവിടെ ടൈമിന് ചേഞ്ച് ഇല്ല, അതേപോലെ തന്നെ റെസിസ്റ്റർ സെയിം റെസിസ്റ്ററിലൂടെയാണ്, സെയിം റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ വോൾട്ടേജ് ചേഞ്ച് വരുത്തിയത്. അതുകൊണ്ട് ആറിനും ചേഞ്ച് ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എച്ച് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷനാണ്? വി സ്ക്വയറിന്. എച്ച് എന്ന് പറയുന്നത് വി സ്ക്വയറിന് പ്രൊപ്പോർഷനാണ്. അപ്പം ആദ്യത്തെ കേസിൽ എച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു വി സ്ക്വയർ എന്ന് എഴുതാം. രണ്ടാമത്തെ കേസിൽ നമ്മൾ വോൾട്ടേജ് ചേഞ്ച് വരുത്തി. വോൾട്ടേജ് നമ്മൾ വി ഡാഷ് ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എസ് ഡാഷ് ആയിട്ട് എടുത്താൽ എസ് ഡാഷ് ഈസ് പ്രൊപ്പോർഷണൽ ടു വി ഡാഷ് സ്ക്വയർ എന്ന് എടുക്കാം. അതിന്റെ റേഷ്യോ എടുക്കാം, നേരത്തെ പറഞ്ഞ പോലെ റേഷ്യോ എടുക്കാം. എച്ച് ഡിവൈഡ് ബൈ എസ് ഡാഷ്. എസ് ഡിവൈഡ് ബൈ എസ് ഡാഷ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡ് ബൈ വി ഡാഷ് സ്ക്വയർ. ഓക്കെ, അപ്പം ഹീറ്റ് എനർജി എത്ര ടൈംസ് കൂടിയെന്ന് പറഞ്ഞത്? 9 ടൈംസ് കൂടിയെന്ന് പറഞ്ഞത്. അപ്പോൾ ഹീറ്റ് എനർജിയുടെ റേഷ്യോ 1/9 എന്ന് എഴുതാം അല്ലേ? 1/9. അപ്പോൾ 1/9 ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡ് ബൈ വി ഡാഷ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ വി ഡാഷ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 വി സ്ക്വയർ എന്ന് കിട്ടും. അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ വി ഡാഷ് എന്ന് പറയുന്നത് കിട്ടും. വി ഡാഷ് എന്ന് പറയുന്നത് 3V ആയിട്ട് കിട്ടും. അപ്പോൾ വോൾട്ടേജ് ചേഞ്ച് വരുത്തിയത് നേരത്തെ വി ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ 3V ആയിട്ടാണ് വോൾട്ടേജിന് ചേഞ്ച് വരുത്തിയത്. അപ്പോൾ the potential will increase by the factor 3. The potential increased by the factor 3. ഇതേപോലുള്ള പാറ്റേണുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എളുപ്പമാണ്. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയുടെ ബേസിസിലുള്ള ഇക്വേഷൻസ് എഴുതുക, അതിലെ കോൺസ്റ്റൻസ് എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് പ്രൊപ്പോർഷണാലിറ്റി സൈൻ കൊടുക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ വേരിയബിൾ ആയിട്ട് തരത്തുള്ളൂ. അപ്പം ആ വേരിയബിളിന് പ്രൊപ്പോർഷണൽ ആയിട്ടോ അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടൊക്കെ ആയിരിക്കാം റിലേഷൻ വരിക. അതനുസരിച്ച് ഡിവൈഡ് ചെയ്യുക, റേഷ്യോ എടുക്കുക. അതാണ് അതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ 3 ചെയ്തപ്പോഴത്തേക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത്തരം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. Next question. A heating element is marked 210 volts, 630 watts. Find the resistance of the element when connected to a 220 volt DC source. ഒരു ഹീറ്റിംഗ് എലമെന്റ്, ഒരു കോയിൽ നമുക്ക് അസ്യൂം ചെയ്യാം. ഒരു കോയിൽ അതിനെ മാർക്ക് ചെയ്തിരിക്കുന്നത് 210 വോൾട്ട് 630 വാട്ട്സ് എന്നാണ്. ഇതിൽ നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്? 210 വോൾട്ട് 630 വാട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുക? നമ്മളുടെ ഒരു മിക്സി അല്ല എങ്കിൽ നമ്മളുടെ ഒരു അയൺ ബോക്സ്, അതിലൊക്കെ നമുക്ക് ഇതേപോലെ പവർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഒരു ഹീറ്റിംഗ് എലമെന്റ് പവർ റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ 630 വാട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 630 വാട്ട്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അതിന്റെ പവർ ആണ് 630 വാട്ട്സ്. അത് വർക്ക് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 210 വോൾട്ടിലാണ് അത് വർക്ക് ചെയ്യുന്നതാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പം ഇവിടെ ഹീറ്റിംഗ് എലമെന്റിന്റെ വോൾട്ടേജ്, അത് വർക്ക് ചെയ്യുന്ന വോൾട്ടേജ് 210 വോൾട്ടിലും അതിന്റെ പവർ 630 വാട്ട്സ് എന്നുമാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫൈൻഡ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ എലമെന്റ് വെൻ connected to a 210 volt DC source. ആ ഹീറ്റിംഗ് എലമെന്റ് ഒരു 210 വോൾട്ട് DC സോഴ്സിൽ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? ആ ഹീറ്റിംഗ് എലമെന്റിന്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം തന്നിരിക്കുന്ന ഡാറ്റ എന്തൊക്കെയാണ്? വോൾട്ടേജ് തന്നിട്ടുണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട്, വി തന്നിട്ടുണ്ട്, പവർ തന്നിട്ടുണ്ട്,
റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ ഇതൊക്കെയാണ്. വോൾട്ടേജ് ഉണ്ട്, പവർ ഉണ്ട്, റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ പവറിന്റെ ഇക്വേഷൻ നോക്കാം. വോൾട്ടേജും റെസിസ്റ്റൻസും ഉള്ള പവറിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് എഴുതേണ്ടത്. So it's resistance 70 ohm. Yes, right. പവറിന്റെ വോൾട്ടേജും റെസിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ എന്തുവാ? പവർ P is equal to പവർ V by V square by R. നമുക്ക് വേണ്ട 3 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു. ഇവിടെ വോൾട്ടേജും റെസിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ ആണ് വേണ്ടത്. അപ്പോൾ R കണ്ടുപിടിക്കാമല്ലോ. R is equal to V square by P. ആൻസർ പറഞ്ഞത് കറക്റ്റ് ആണ്. 70 ഓം കിട്ടും. സിമ്പിൾ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്തത് റെസിസ്റ്റേഴ്സിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ആക്ച്വലി നിങ്ങളുടെ പുതിയ സിലബസ്, ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സിലബസിൽ റെസിസ്റ്റേഴ്സ് ഇല്ല. പക്ഷെ റെസിസ്റ്റേഴ്സിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടാവണം. കാരണം ബാക്കിയുള്ള ടോപ്പിക്സ് പഠിപ്പിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അത്യാവശ്യമായൊരു കാര്യമാണ്. അപ്പം ഇത് ഡയറക്റ്റ് എക്സാമിനേഷനിൽ ചോദിക്കത്തില്ലെങ്കിലും അതിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിനു വേണ്ടിയാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. വളരെ കുറച്ച് മാത്രമേ, ചുരുക്കി മാത്രമേ ഞാൻ എന്തോ resistors are of two types: wire bound resistors and carbon resistors. എന്താണ് വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ്? വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ വളരെ അധികം റെസിസ്റ്റിവിറ്റി ഉള്ള ഏതെങ്കിലും ഒരു വയർ ഇങ്ങനെ ചുറ്റി വെച്ചേക്കുന്നു. ഈ പിക്ചർ നോക്കുമ്പോൾ തന്നെ അറിയാം, ഇവിടെ ഇങ്ങനെ വയർ ഇങ്ങനെ ചുറ്റി വെച്ചേക്കുവാണ്. അപ്പോൾ വളരെയധികം റെസിസ്റ്റിവിറ്റി ഉള്ള ഈ വയർ ഇങ്ങനെ ചുറ്റി വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ലെങ്ത് കൂടുകയാണ് അല്ലേ? നല്ല നീളം. ലെങ്ത് കൂടുന്നതനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസ് കൂടും. അങ്ങനെയാണ് ഒരു റെസിസ്റ്റർ നമ്മൾ ഉണ്ടാക്കുന്നത്. അത്തരം റെസിസ്റ്ററുകളെയാണ് നമ്മൾ വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ് ആർ മെയ്ഡ് ബൈ winding of wires of an alloy. Manganese, constantan, nichrome, etc. അപ്പം മാംഗാനിൻ, കോൺസ്റ്റന്റാൻ, നിക്രോം പോലുള്ള അലോയ്സ് ആണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. കാരണം അലോയ്സിന്റെ റെസിസ്റ്റിവിറ്റി മെറ്റൽസിന്റെ റെസിസ്റ്റിവിറ്റിയേക്കാൾ വളരെ കൂടുതലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇതേപോലുള്ള അലോയ്സിനെയാണ് വൈൻഡ് ചെയ്ത് വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ് ആയിട്ട് ഉണ്ടാക്കുന്നത്. Their resistivities are insensitive to temperature. ഈ വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സിന്റെ ഒരു പ്രത്യേകതയാണ് they are insensitive to temperature. Insensitive to temperature എന്ന് പറയുന്നത് ടെമ്പറേച്ചർ, നോർമലി അതിലൂടെ ഇലക്ട്രിക് കറണ്ട് ഒഴുകുമ്പോൾ ടെമ്പറേച്ചർ കൂടും. പക്ഷെ ടെമ്പറേച്ചർ കൂടിയാലും അതിന്റെ റെസിസ്റ്റിവിറ്റിക്ക് വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല ഇത്തരം അലോയ്സിന്റെ കേസിൽ. അപ്പം അതുകൊണ്ടാണ് ഇതേപോലുള്ള അലോയ്സ് ആണ് മൻഗാനിൻ, കോൺസ്റ്റന്റാൻ, നിക്രോം പോലുള്ള അലോയ്സ് ആണ് നമ്മൾ വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. മറ്റൊരു ടൈപ്പ് റെസിസ്റ്റേഴ്സ് ആണ് കാർബൺ റെസിസ്റ്റേഴ്സ്. നിങ്ങളുടെ പ്രാക്ടിക്കൽ ലാബിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒരുപക്ഷെ ഇതേ ടൈപ്പ് റെസിസ്റ്റേഴ്സ് ആയിരിക്കും നമുക്ക് വേണ്ടി വരിക. എന്തെങ്കിലും സർക്യൂട്ട് കണക്ഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ ആവശ്യമായി വരുന്നത് ഇതേപോലുള്ള റെസിസ്റ്റേഴ്സ് ആയിരിക്കും. ഇതിനെ കാർബൺ റെസിസ്റ്റേഴ്സ് എന്ന് പറയുക. നമ്മളുടെ കോമൺ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സർക്യൂട്ട് ബോർഡ്സിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുക ഇതേപോലുള്ള റെസിസ്റ്റേഴ്സ് ആണ്. എന്താണ് കാർബൺ റെസിസ്റ്റേഴ്സ് നമുക്ക് നോക്കാം.
resistors in the higher range are made mostly from carbon. ഒരു വലിയ റേഞ്ചിലുള്ള, അതായത് നമുക്ക് ഒരു 1 ohm വേണമെങ്കിൽ 1 ohm ഡിസൈൻ ചെയ്യാം, 1000 kilo ohm വേണമെങ്കിൽ 1000 kilo ohm ഡിസൈൻ ചെയ്യാം. അങ്ങനെ വൈഡ് റേഞ്ചിലുള്ള റെസിസ്റ്റേഴ്സ് നമ്മൾ ഉണ്ടാക്കുന്നത് കാർബൺ ഉപയോഗിച്ചാണ്. എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്? കാർബൺ റെസിസ്റ്റേഴ്സ് ആർ കോമ്പാക്ട്, വളരെ ചെറുതാണ്, കോമ്പാക്ട്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് ഇൻഎക്സ്പെൻസീവ്. ഇപ്പൊ ഇതിൽ ഒരു റെസിസ്റ്ററിന്റെ വില 50 പൈസ 1 രൂപയൊക്കെ ഉള്ളൂ ഒരു റെസിസ്റ്ററിന്റെ വില. അപ്പം അതേപോലെ വളരെ ചീപ്പായിട്ടുള്ള റെസിസ്റ്റേഴ്സ് ആണ് ഇത്. and thus using in electronic circuits. അപ്പോൾ കോമൺ ആയിട്ട് ഇലക്ട്രോണിക് സർക്യൂട്ട്സിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ കാർബൺ റെസിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ അതിന്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് അറിയുന്നത് ഇതിന്റെ കളർ കോഡാണ്. ഇതിൽ കുറെ കളർ ലൈൻസ് ഇതിൻ്റെ അകത്ത് കാണുന്നില്ലേ, ആ കളർ ലൈൻസ് നോക്കിയിട്ടാണ് നമുക്ക് അത് എത്ര വാല്യൂ ഉള്ള റെസിസ്റ്റൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ കളർ കോഡ്സിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. ഏതായാലും നമുക്ക് ഇപ്പോൾ പുതിയ സിലബസ് ഇല്ലാത്തത് കാരണം നമുക്ക് അത് തൽക്കാലം പഠിക്കേണ്ട. ഓക്കെ, അടുത്തത് നമുക്ക് പ്രധാനമായിട്ട് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ആണ്. റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് അത് എഴുതിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അല്ല, കളർ കോഡ് ടെക്സ്റ്റിലുണ്ട്, പക്ഷേ ഈ വർഷം സിലബസിൽ പുതിയ സിലബസ് കഴിഞ്ഞ ദിവസം അപ്ഡേറ്റ് ചെയ്തതിൻ്റെ അകത്ത് അത് ഒഴിവാക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷവും അത് അവർ ഒഴിവാക്കിയായിരുന്നു. നമുക്ക് ഇപ്പൊ തൽക്കാലം അത് പഠിക്കണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞ. കാരണം കോമൺ ആയിട്ടുള്ള ഇലക്ട്രോണിക് സർക്യൂട്ട്സിലെല്ലാം നോക്കുവാണെങ്കിൽ റെസിസ്റ്റേഴ്സ് ആണ്. അതായത് കണ്ടില്ലേ, കാണാനൊക്കുമായിരിക്കും, കണ്ടില്ലേ, ഇത് റെസിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് ഓരോന്നിനും കളർ കോഡൊക്കെ ഉണ്ട്. കളർ കോഡൊന്നും ഇപ്പോൾ തൽക്കാലം പഠിക്കണ്ട, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അടുത്ത ടോപ്പിക്കും നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്, കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് നമ്മൾ പഠിച്ചായിരുന്നു. സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും അതേ രീതിയിൽ തന്നെ, അതേ അപ്രോച്ച് തന്നെയാണ് നമുക്ക് റെസിസ്റ്റേഴ്സിന്റെ കേസിൽ ഉള്ളത്. അപ്പോൾ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണെന്നൊന്ന് അറിയാൻ വേണ്ടി മാത്രം ഞാനത് പറയുന്നതേ ഉള്ളൂ. നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയാൽ മതി. പെട്ടെന്ന് പറഞ്ഞു പോവാം. റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ്. സീരീസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒന്നിന് പുറകെ ഒന്നായിട്ട് കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. പ്രത്യേകം മനസ്സിലാക്കുക, സീരീസ് കണക്ഷൻ ആകുമ്പോൾ കറണ്ട് സെയിം ആയിരിക്കും. കപ്പാസിറ്ററിന്റെ കേസിൽ ചാർജസ് ആണ് സെയിം ചാർജസ് ആണ് എല്ലാ കപ്പാസിറ്ററിലും ഉള്ളത്. എന്നാൽ ഇവിടെ ഇലക്ട്രിക് കറണ്ട് ആയതുകൊണ്ട് സെയിം കറണ്ട് ആണ് എല്ലാ റെസിസ്റ്ററിലൂടെയും ഒഴുകുന്നത്. അതാണ് സീരീസ് കോമ്പിനേഷന്റെ പ്രത്യേകത. The resistors are said to be in series if they are connected one after another so that same current flows through the resistor. Here we consider three resistors, R1, R2 and R3, and they are connected in series. Okay, a potential difference of V volt is applied across this series resistor. അപ്പം സെയിം കറണ്ട് ആകുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരിക്കും. ആദ്യത്തെ റെസിസ്റ്ററിന്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V1 ആണ്, രണ്ടാമത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V2 ആണ്, മൂന്നാമത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V3 ആണ്. നമുക്ക് അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് V ആണ്, അത് മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. V1, V2, V3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് V1 + V2 + V3 = V എന്ന് എഴുതാം. ഇനി V1ന്റെ ഇക്വേഷൻ എഴുതാം. V1 ഓംസ് ലോയിൽ നിന്നും V1ന്റെ ഇക്വേഷൻ എഴുതാം. ഓംസ് ലോയിൽ നിന്നും V1ന്റെ ഇക്വേഷൻ എന്താണ്? IR1 എന്ന് എഴുതാം. IR1 V = IR ആണ്. ഇവിടെ ആദ്യത്തെ റെസിസ്റ്ററായ R1ന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് അതിലൂടെ ഒഴുകുന്ന കറണ്ട് ഇൻറ്റു അതിന്റെ റെസിസ്റ്റൻസ്. അതിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാണ്? I കറണ്ട് ആണ് ഒഴുകുന്നത്. അതിന്റെ റെസിസ്റ്റൻസ് R1. അതുകൊണ്ട് V1 = IR1 എന്ന് എഴുതാം, V2 = IR2 എന്ന് എഴുതാം, V3 = IR3 എന്ന് എഴുതാം. ഈ വാല്യൂസ് നമ്മൾ നേരത്തെ എഴുതിയ ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ V = IR1 + IR2 + IR3. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്തത്? ഈ മൂന്ന് റെസിസ്റ്റേഴ്സിനെയും നമ്മൾ മാറ്റിയിട്ട് അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു സിംഗിൾ റെസിസ്റ്റർ റീപ്ലേസ് ചെയ്തു. ഒറ്റ റെസിസ്റ്റർ, അതിന്റെ ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ R ആണെന്ന് ഇമാജിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ Vക്ക് പകരം V = IR എന്ന് കൊടുക്കാം. കാരണം ആ സിംഗിൾ റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ട്
ഐ ആണ്, അതിൻ്റെ റെസിസ്റ്റൻസ് ആർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് അക്രോസ് ആയിട്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറയുന്നത് ഐ ആർ ഇട്ട് എഴുതാം. അപ്പോൾ ഐ ആർ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ വൺ പ്ലസ് ഐ ഇൻറ്റു ആർ ടു പ്ലസ് ഐ ഇൻറ്റു ആർ ത്രീ എന്ന് എടുക്കാം. ഇവിടെ നിന്നും കറണ്ട് കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ ഐ ഇൻറ്റു ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ എന്ന് എഴുതാം. ഈ ഐയും ക്യാൻസൽ ചെയ്തു പോകും. പിന്നുള്ളത് ആർ ഈസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ. അപ്പോൾ സീരീസ് കോമ്പിനേഷനിൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമോ ഡിക്രീസ് ചെയ്യുമോ? റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ആവുമോ ഡിക്രീസ് ആവുമോ? ഇക്വേഷൻ എന്ന് പറയാലോ, ഇൻക്രീസ് ചെയ്യും ഇല്ലേ? അതിന്റെ ഓരോ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിന്റെ എല്ലാം കൂടെ സം ആയിരിക്കും എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പം ഇത് ഒരു 10 ഓം ആണ്, ഇതൊരു 20 ഓം ആണ്, ഇതൊരു 30 ഓം ആണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാവും? 60 ഓം ആയിട്ട് മാറും. അതായത് ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. കപ്പാസിറ്ററിന്റെ കേസിൽ എന്തായിരുന്നു പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? കപ്പാസിറ്ററിന്റെ കേസിൽ സീരീസ് കോമ്പിനേഷനിലെ കപ്പാസിറ്റൻസ് ഇക്വേഷൻ എന്താണ്? എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇക്വേഷൻ എന്തുവായിരുന്നു? So 1 by C is equal to 1 by C1 plus 1 by C2. Yes, good. 1 by C2 plus 1 by C3. അപ്പം തെറ്റിപ്പോകരുതും. കപ്പാസിറ്ററിന്റെ കേസിൽ സീരീസ് കോമ്പിനേഷൻ ആണ് കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഡിക്രീസ് ചെയ്യും. എന്നാൽ റെസിസ്റ്റൻസിന്റെ കേസിൽ സീരീസ് കണക്ഷൻ ആണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. Thus, when resistors are connected in series, the effective resistance is the sum of individual resistance. അപ്പം ഈ പോയിന്റ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. When the resistors are connected in series, the effective resistance is the sum of individual resistance. Okay, അപ്പോൾ അതിൽ ഈ കാര്യം മാത്രം നമുക്ക് അറിഞ്ഞിരുന്നാൽ മതി. ഇനി resistors in parallel. Parallel connection എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. Okay, sir. Thank you. Parallel connection. So can you explain the last statement in the last line? Last statement is only this: for n resistor, each of resistance are connected in series. The effective resistance is n into r. If there are n resistance, r plus etc. up to r, n number of resistors are connected. Each of resistance r, then the effective resistance. Then the effective resistance will be only the resistance is the same. It can be NR. Yes. Otherwise, it will be R1 plus R2 plus R3 plus etc. up to Rn. Okay. Next, resistors in parallel. ഇപ്പോൾ പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാരലൽ കണക്ഷൻ നമ്മുടെ ഒരു ലാഡറിൽ പോലെ ഇത് കണക്ട് ചെയ്യുക, റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക. ഇതാണ് പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. അതിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് നൽകുന്നു. ഒരു വോൾട്ടേജ് നൽകിയാൽ സെയിം വോൾട്ടേജ് ആണ് എല്ലാത്തിനും അക്രോസ് ആയിട്ട് ഉണ്ടാകുക. വി വോൾട്ടാണ്, ഇതിലും വി വോൾട്ട്, ഇതിലും വി വോൾട്ട്, ഇതിലും വി വോൾട്ട്, എല്ലാത്തിനും വി വോൾട്ടാണ് കണക്ട് ചെയ്യുക. അപ്പോൾ അതിനെയാണ് നമ്മൾ പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 3 റെസിസ്റ്ററുകൾ R1, R2, R3 എന്ന് പറയുന്ന 3 റെസിസ്റ്ററുകൾ ഒരു വി എന്ന് പറയുന്ന വോൾട്ടേജ് സോഴ്സിന് അക്രോസ് ആയിട്ട് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പാരലൽ കണക്ഷന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, വോൾട്ടേജ് ആണ് സെയിം, വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റ്, സോ കറണ്ട് വിൽ ബി ഡിഫറൻറ്റ്. ഓക്കെ, അപ്പം the resistors are connected in parallel when they are connected between same terminals. So the potential difference is same across all resistor. In parallel connection, potential difference will be same in all resistors. Okay, അപ്പം വോൾട്ടേജ് സെയിം ആയതുകൊണ്ട് തന്നെ കറണ്ട് ഡിഫറെൻ്റ് ആവും. അപ്പോൾ കറണ്ടിന്റെ ഫ്ലോ നമുക്ക് വരച്ചു കഴിഞ്ഞാൽ ഈ സെല്ലിന്റെ പോസിറ്റീവിൽ നിന്നും കറണ്ട് ഒഴുകുന്നു, അത് എ എന്ന് പറയുന്ന പോയിന്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അത് ഡിവൈഡ് ചെയ്യുന്നു. ഈ ബ്രാഞ്ചിലൂടെ I1 കറണ്ട് ഒഴുകുന്നു, ഈ ബ്രാഞ്ചിലൂടെ I2 കറണ്ട് ഒഴുകുന്നു, ഈ ബ്രാഞ്ചിലൂടെ I3 കറണ്ട് ഒഴുകുന്നു. I1 R1ലൂടെ കയറി ഇറങ്ങി ഇപ്പുറത്തെത്തുന്നു, ബിയിലെത്തുന്നു. I2 R2ലൂടെ പാസ് ചെയ്ത് ബിയിലെത്തുന്നു. I3 R3ലൂടെ പാസ് ചെയ്ത് ബിയിലെത്തുന്നു. ബിയിലെത്തി കഴിയുമ്പോൾ ഈ 3 I1, I2, I3യും കൂടെ കമ്പൈൻ ചെയ്ത് വീണ്ടും I എന്ന് പറയുന്ന കറണ്ടായി മാറുന്നു. ആ I1 എന്ന് കരുതുന്ന കറണ്ട് സെല്ലിന്റെ
നെഗറ്റീവ് ടേമിൽ എത്തുന്നു. അപ്പോഴാണ് സർക്യൂട്ട് കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആകണമെന്നുണ്ടെങ്കിൽ കറണ്ട് പോസിറ്റീവ് ടേമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് പല കമ്പൗണ്ട്സിലൂടെ കയറി ഇറങ്ങി തിരിച്ച് നെഗറ്റീവ് ടേമിൽ എത്തിച്ചേരണം. എങ്കിൽ മാത്രമേ സർക്യൂട്ട് കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് പറയാനൊക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട പോയിന്റ് ഇത്രയും മാത്രമേ ഉള്ളൂ. ഇൻ പാരലൽ കണക്ഷൻ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ റിമെയിൻസ് ദ സെയിം, സോ ദ കറണ്ട് വിൽ ബി ഡിഫറൻറ്റ്. അപ്പോൾ ഇവിടെ കറണ്ട് ഡിഫറൻറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കറണ്ടിൻ്റെ ഇക്വേഷൻ എഴുതുകയാണ്. ടോട്ടൽ കറണ്ട് I is equal to I1 plus I2 plus I3. ഇനി നമുക്ക് ഓംസ് ലോയിൽ നിന്നും I1ൻ്റെയും I2ൻ്റെയും I3ൻ്റെയും വാല്യൂ കണ്ടുപിടിച്ചിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. I1ൻ്റെ വാല്യൂ എങ്ങനെ എഴുതാം? I1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് V ഡിവൈഡ് ബൈ R1. R1 എന്ന് പറയുന്ന റെസിസ്റ്ററിൽ അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിവൈഡ് ബൈ അതിൻ്റെ റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് V ഡിവൈഡ് ബൈ R1. I2ൻ്റെ ഇക്വേഷൻ എഴുതാം V ഡിവൈഡ് ബൈ R2. I3 എങ്ങനെ എഴുതാം? V ഡിവൈഡ് ബൈ R3. ഓക്കെ, ആ വാല്യൂസ് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇക്വേഷൻ നമുക്ക് ഈ രീതിയിൽ കിട്ടും. I is equal to V by R1 plus V by R2 plus V by R3. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നേരത്തെ നമ്മൾ ഇമാജിൻ ചെയ്ത പോലെ ഈ 3 റെസിസ്റ്റേഴ്സിനെയും നമ്മൾ മാറ്റിയിട്ട് അതിൻ്റെ എഫക്റ്റീവ് വാല്യൂ ഉള്ള ഒരൊറ്റ റെസിസ്റ്റൻസ് R എന്ന് പറയുന്ന ഒറ്റ റെസിസ്റ്റൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്തു. അപ്പോൾ റീപ്ലേസ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് അതിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ ഇക്വേഷൻ, അതിൻ്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V ഡിവൈഡ് ബൈ അതിൻ്റെ റെസിസ്റ്റൻസ് R, അപ്പോൾ V ബൈ R എന്ന് കിട്ടും. അപ്പോൾ നേരത്തെ ഇക്വേഷനിൽ നമ്മൾ അത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? V ബൈ R ഈസ് ഈക്വൽ ടു V ഇൻറ്റു, നേരത്തെ V കോമൺ ആയിട്ട് എടുത്തു, അപ്പോൾ V ഇൻറ്റു 1 ബൈ R1 പ്ലസ് 1 ബൈ R2 പ്ലസ് 1 ബൈ R3. ഈ വിയും ക്യാൻസൽ ഔട്ട് ചെയ്തു പോവാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? 1 ബൈ R ഈസ് ഈക്വൽ ടു 1 ബൈ R1 പ്ലസ് 1 ബൈ R2 പ്ലസ് 1 ബൈ R3. അപ്പോൾ പാരലൽ കോമ്പിനേഷനിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസിന് എന്ത് സംഭവിച്ചു? എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. അപ്പം റെസിസ്റ്ററിൻ്റെ കേസിൽ പാരലൽ കോമ്പിനേഷനിൽ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും, സീരീസ് കോമ്പിനേഷനിൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ കപ്പാസിറ്ററിന് നേരെ ഓപ്പോസിറ്റ് ആണ്. കപ്പാസിറ്ററിൻ്റെ കേസിൽ പാരലൽ കോമ്പിനേഷനിൽ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, റെസിസ്റ്ററിൻ്റെ കേസിൽ അത് ഡിക്രീസ് ചെയ്യും. ആൻഡ് എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ആണ് 1 ബൈ R ഈസ് ഈക്വൽ ടു 1 ബൈ R1 പ്ലസ് 1 ബൈ R2 പ്ലസ് 1 ബൈ R3. Thus the reciprocal of the effective resistance is equal to sum of reciprocals of individual resistance. അപ്പം ഈ പോയിന്റ് മാത്രമാണ് നമുക്ക് ഇത്രയും പഠിച്ചതിൽ നിന്നും നിങ്ങൾ പഠിച്ചു വെക്കാനുള്ളത്. എഫക്റ്റീവ് റെസിസ്റ്റൻസ്, So as well the resistance is the same within the equation, the 1 by R is equal to 1 by R. Yes, 1 by R is equal to 1 by R. 1 by R is equal to N divided by R. 1 by R is equal to N divided by R. അങ്ങനെയല്ലേ വരിക? ഈ ഇക്വേഷൻ നോക്കിക്കേ, ഇതെല്ലാം R ആക്കിക്കേ, R R R. അപ്പോൾ എന്ത് കിട്ടി? 1 പ്ലസ് 1 പ്ലസ് 1. അപ്പം എന്ത് കിട്ടി? 3 ബൈ R എന്ന് കിട്ടും. അപ്പോൾ 1 ഇത് RP, 1 ബൈ RP ഈസ് ഈക്വൽ ടു 3 ബൈ R എന്ന് കിട്ടും, അല്ലെങ്കിൽ RP ഈസ് ഈക്വൽ ടു R ബൈ 3 എന്ന് കിട്ടും. അത് കോമൺ ആയിട്ട് നമുക്ക് ഇതേ രീതിയിൽ എഴുതാം. അതെ, ഞാൻ റെസിപ്രോക്കൽ എടുത്തേ. മറ്റേത് 1 ബൈ R അല്ലേ? 1 ബൈ R അല്ലേ? ഈ ഇക്വേഷനിൽ ഞാൻ എങ്ങനെ എഴുതാം? 1 ബൈ RP. ഓക്കെ, എഫക്റ്റീവ് റെസിസ്റ്റൻസ് പാരലൽ കോമ്പിനേഷന്റെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി RP എന്ന് എഴുതി. 1 ബൈ RP ഈസ് ഈക്വൽ ടു 1 ബൈ R പ്ലസ് 1 ബൈ R പ്ലസ് 1 ബൈ R. എത്ര കിട്ടും? 3 ബൈ R. അപ്പം ഇത് 1 ബൈ RP ആണ്. അപ്പം RP എങ്ങനെ എഴുതാം? RP ഈസ് ഈക്വൽ ടു R ബൈ 3. അതുകൊണ്ട് റെസിപ്രോക്കൽ എടുത്തത് കൊണ്ടാണ് അങ്ങനെ എഴുതിയേക്കുന്നത്. ഓക്കെ, ഞാൻ ഇച്ചിരി സ്പീഡിൽ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് പഠിക്കാനില്ലാത്തതാണ്, പക്ഷേ നമുക്ക് അറിയേണ്ട പോയിന്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അതുകൊണ്ടാണ് അല്പം സ്പീഡിൽ എടുത്തത്. പ്രധാനപ്പെട്ട ഈ ഫൈനൽ ഇക്വേഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക, ഇത്രയും മാത്രമേ ഉള്ളൂ ഉദ്ദേശിച്ചത്. ഓക്കെ, നെക്സ്റ്റ് വോൾട്ട് മീറ്റർ ആൻഡ് അമീറ്റർ. നിങ്ങൾ ലാബിൽ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾക്ക്
ഓംസ് ലോയുടെ ഒക്കെ എക്സ്പെരിമെന്റ് ഉണ്ടാവും. ഓംസ് ലോയുടെ എക്സ്പെരിമെന്റ് ഉണ്ടെന്നാണ് ഞാൻ സിലബസ് നോക്കിയപ്പോൾ കണ്ടത്. പ്രാക്ടിക്കലിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ഞാൻ നോക്കിയില്ല. അതിൻ്റെ അകത്ത് നോക്കിയപ്പോൾ അങ്ങനെ ഉണ്ട്, ഇലക്ട്രിക്കൽ എക്സ്പെരിമെന്റ്സ് അതിൻ്റെ അകത്ത് ഉണ്ട്. അപ്പോൾ വോൾട്ട് മീറ്ററും അമീറ്ററും ഒക്കെ ഒന്ന് പരിചയം ഉണ്ടാവണം, അതിനുവേണ്ടി പറയുന്നു മാത്രം. എന്താണ് വോൾട്ട് മീറ്റർ? പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ എന്താണ് വോൾട്ട് മീറ്റർ. Voltmeter is an instrument used to measure voltage or potential difference between two points in an electrical circuit. So, voltmeter is an instrument used to measure voltage or potential difference between two points in an electrical circuit. Voltage measure ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് വോൾട്ട്മീറ്റർ. വോൾട്ട്മീറ്റർ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, വോൾട്ടേജ് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് വോൾട്ട്മീറ്റർ. അപ്പോൾ ഇതൊരു വോൾട്ട്മീറ്ററിന്റെ പിക്ചറാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഇത് മാത്രമാണ്. ഇറ്റ് ഈസ് കണക്റ്റഡ് പാരലൽ ടു ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ വോൾട്ട് മീറ്റർ നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? അത് പാരലായിട്ട് വേണം കണക്ട് ചെയ്യാൻ. അപ്പം ഒരു റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് നമ്മളൊരു സെല്ല് കണക്ട് ചെയ്തു. അപ്പോൾ ഇതിന് അക്രോസ് ആയിട്ട്, ഈ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വോൾട്ട് മീറ്റർ അതിന് പാരലായിട്ട് വേണം കണക്ട് ചെയ്യാൻ. ഓക്കെ, അപ്പം അത് പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, അറിഞ്ഞിരിക്കേണ്ടതാണ്. ദ വോൾട്ട് മീറ്റർ ഈസ് കണക്റ്റഡ് പാരലൽ ടു ദി ഇലക്ട്രിക് സർക്യൂട്ട്. ഓക്കെ, നെക്സ്റ്റ് അമീറ്റർ. വാട്ട് ഈസ് അമീറ്റർ? ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ current in an electrical circuit. It is an instrument used to measure current in an electrical circuit. It is connected in series with the electrical circuit. അത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അമീറ്റർ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തത്. നമുക്ക് ഈ സർക്യൂട്ടിൽ ഒഴുകുന്ന കറണ്ട്, ഈ സർക്യൂട്ടിൽ ഒഴുകുന്ന കറണ്ട് I ആണ്, അത് എത്രയാണെന്ന് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ബ്രേക്ക് ചെയ്യുക, ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെയാണ് അമീറ്റർ കണക്ട് ചെയ്യേണ്ടത്. അപ്പം പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. വോൾട്ട് മീറ്റർ ഈസ് connected in parallel in an electrical circuit, but ammeter is connected series in an electric circuit. Okay, പിന്നെ ഒരു ഇൻസ്ട്രുമെന്റ് കൂടെ ഞാൻ പറഞ്ഞേക്കാം, ഗാൽവനോമീറ്റർ. ഒരു ടൈപ്പ് ഗാൽവനോമീറ്റർ നമ്മൾ വേറൊരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് കറണ്ട് മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് തന്നെയാണ്. ലാർജ് കറണ്ട്സ് അല്ല, വളരെ ഫീബിൾ കറണ്ട്സ് മെഷർ ചെയ്യുക അല്ലെങ്കിൽ കറണ്ടിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഗാൽവനോമീറ്റർ. അത് ചില എക്സ്പെരിമെന്റ്സിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അമീറ്റർ എന്ന് പറയുന്നത് കറണ്ട് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. അത് ചെറിയ കറണ്ട് മുതൽ വലിയ കറണ്ട് വരെ നമുക്ക് മെഷർ ചെയ്യാം. എന്നാൽ ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് വ്യത്യാസം ഇത്രയും മാത്രമേ ഉള്ളൂ, വളരെ ഫീബിൾ കറണ്ട് നമുക്ക് മെഷർ ചെയ്യാം. മെയിനായിട്ട് കറണ്ടിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ലാബിൽ ചിലപ്പോൾ മൾട്ടിമീറ്റർ ആയിരിക്കും, മൾട്ടിമീറ്റർ ഉപയോഗിച്ചായിരിക്കും. ഇത് ഒരു മൾട്ടിമീറ്റർ ആണ്. ഇതിൻ്റെ അകത്ത് പല ഇതുണ്ട്. ഇതിൻ്റെ അകത്ത് സ്വിച്ച് മാറുന്നതനുസരിച്ച് നമുക്ക് കറണ്ട് മെഷർ ചെയ്യാം, വോൾട്ടേജ് മെഷർ ചെയ്യാം. വോൾട്ടേജ് എന്ന് പറയുന്നത് AC വോൾട്ടേജ് മെഷർ ചെയ്യാം, DC വോൾട്ടേജ് മെഷർ ചെയ്യാം. പിന്നെ റെസിസ്റ്ററിൻ്റെ എത്ര ഓം റെസിസ്റ്റൻസ് ഉണ്ടെന്ന് നമുക്ക് മെഷർ ചെയ്യാനൊക്കും. അതുപോലെ ട്രാൻസിസ്റ്ററിൻ്റെ ചില പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഐഡന്റിഫൈ. ഇത് മൾട്ടിമീറ്റർ, ചിലപ്പോൾ ലാബിൽ മൾട്ടിമീറ്റർ ആയിരിക്കും ഉപയോഗിക്കുക. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. മൾട്ടിമീറ്റർ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, മൾട്ടിമീറ്റർ പലതും മെഷർ ചെയ്യാനുള്ളത്. അപ്പം ഇവിടെ വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസും ഒക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ മൾട്ടിമീറ്റർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഫസ്റ്റ് മൊഡ്യൂൾ ഞാൻ ഇത്രയും മാത്രമേ ഉള്ളൂ. അതിന് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോകാം. ഓക്കെ, സെക്കൻഡ് മൊഡ്യൂളിലും കുറേ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ചെറിയ രീതിയിൽ പഠിച്ചാൽ മതി എന്നാണ് അവർ പറഞ്ഞു വെച്ചേക്കുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. In order to maintain a constant electric current along a conductor, it is necessary to maintain a steady potential difference. അപ്പം ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിക് കറണ്ട് ഒഴുകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് എൻഡുകളിലും ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഇലക്ട്രിക് കറണ്ട് ഒഴുകത്തുള്ളൂ. നമ്മളൊരു പൈപ്പിലൂടെ, ഒരു കുഴലിലൂടെ വെള്ളം ഒഴുകണം.
ഒരു കുഴലിലൂടെ വെള്ളം ഒഴുകണമെന്നുണ്ടെങ്കിൽ അത് വേണം ആ രണ്ട് എൻഡുകൾ തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവണം അല്ലേ. അപ്പോൾ ഒരു സൈഡ് ഒന്ന് പൊക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഉയർന്നിരിക്കുന്ന പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി കൂടുതലായിരിക്കും അല്ലേ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി കൂടുതലായിരിക്കും. അപ്പോൾ ഉയർന്നിരിക്കുന്ന പോയിന്റിൽ നിന്നും ലോവർ പോയിന്റിലേക്ക് വാട്ടർ ഒഴുകും. സിമിലർ കേസ് തന്നെയാണ്, ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകണമെന്നുണ്ടെങ്കിൽ ആ കണ്ടക്ടറുടെ രണ്ട് എൻഡുകളിലും ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവണം. ഓക്കെ, ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ കൊടുക്കുന്നത് ഒരു എക്സ്റ്റേണൽ സോഴ്സ് ആയിരിക്കും. ഒരു എക്സ്റ്റേണൽ സോഴ്സ് ആയിരിക്കും ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുക. ആ എക്സ്റ്റേണൽ സോഴ്സ് ചെയ്യുന്നത് മറ്റേതെങ്കിലും ടൈപ്പ് ഓഫ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്താണ് അതൊരു ഈ കണ്ടക്ടറിന്റെ രണ്ട് എൻഡിലും ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുക. അപ്പോഴാണ് അതിലൂടെ ഇലക്ട്രിക് കറണ്ട് ഒഴുകുന്നത്. അപ്പോൾ ആ സോഴ്സിനെയാണ് നമ്മൾ സോഴ്സ് ഓഫ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് ഇലക്ട്രിക് കറന്റ് along a conductor, it is necessary to maintain a steady potential difference. Okay, the potential difference can be supplied only if some device converts some other forms of energy into electrical energy. അപ്പോൾ മറ്റേതെങ്കിലും ടൈപ്പ് എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കണ്ടക്ടറിന്റെ രണ്ട് എൻഡിലും ഒരു കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് സപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് സച്ച് ഡിവൈസ് ഈസ് കോൾഡ് എ സോഴ്സ് ഓഫ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. സച്ച് ഡിവൈസ് ഈസ് കോൾഡ് സോഴ്സ് ഓഫ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. അപ്പോൾ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിന്റെ ഒരു സോഴ്സ് ആണ് അത്. നമ്മുടെ ഒരു സെൽ ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലോ ഒരു ട്രൈസെല്ലോ ഏതെങ്കിലും ഒരു സെൽ, ആ സെൽ എന്താ ചെയ്യുന്നത്? കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഈ കണ്ടക്ടറിന്റെ രണ്ട് എൻഡിലും ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്നു. അങ്ങനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്തൊഴുകത്തുള്ളൂ? കറണ്ട് ഒഴുകത്തുള്ളൂ. ഓക്കെ, നമുക്ക് സെൽ എന്താണെന്ന് നോക്കാം. എ സെൽ ഈസ് എ ഡിവൈസ് വിച്ച് പ്രൊവൈഡ്സ് ദ നെസസറി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ടു ആൻ ഇലക്ട്രിക്. ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതേ ഉള്ളൂ, എഴുതി വെക്കേണ്ട കാര്യങ്ങളൊന്നും. What is a cell? A cell is a device which provides the necessary potential difference to an electric circuit to maintain a continuous flow of current in it. What is a cell? A cell is a device which provides a necessary potential difference to an electric circuit to maintain a continuous flow of current in it. ഒരു സെൽ എന്താ ചെയ്യുന്നത്? ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ രണ്ട് പോയിന്റുകൾ തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്ത് അതിലൂടെ ഇലക്ട്രിക് കറണ്ടിനെ ഒഴുക്കാൻ സഹായിക്കുന്നതിനെയാണ് നമ്മൾ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ എ സെൽ ഈസ് എ ഡിവൈസ് വിച്ച് പ്രൊവൈഡ്സ് ദ നെസസറി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ടു ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ടു മെയിൻറ്റെയിൻ എ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഇൻ ഇറ്റ്. ഒരു ഇലക്ട്രോകെമിക്കൽ സെൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ സോഴ്സ് ഓഫ് EMF ഓർ എ സെൽ. അപ്പം ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലിൽ എന്തൊക്കെയുണ്ട്? An electrochemical cell is a device which maintain a steady current in an electrical circuit. A cell has two electrodes. രണ്ട് ഇലക്ട്രോഡുകളുണ്ട്, ഒരു ആനോഡും ഒരു കാഥോഡും. രണ്ട് ഇലക്ട്രോഡുകളുണ്ട്. And these electrodes are immersed in an electrolytic solution. It is immersed in an electrolytic solution. In electrochemical cell, chemical energy is converted to electrical energy. അപ്പം ഇതൊരു ഇലക്ട്രോലൈറ്റിക് സെല്ലാണ്. അതേപോലെ തന്നെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ട്രൈസെല്ലാണ്. ട്രൈസെൽസ് ആണ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലോക്കിലായാലും അല്ലെങ്കിൽ ടോർച്ചിലായാലും ഒക്കെ ഉപയോഗിക്കുന്നത് ഇതേപോലെ ട്രൈസെൽസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു സെല്ലിനെ എങ്ങനെയാണ് നമ്മൾ സിംബോളിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു വലിയൊരു വരയും ഒരു ചെറിയൊരു വരയും, അതാണ് ഒരു സെല്ലിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ വലിയ വര പോസിറ്റീവ് ടെർമിനൽ കണ്ടോ, ഇത് പോസിറ്റീവ് ആണ്, ഇതാണ് പോസിറ്റീവ് ടെർമിനൽ. പോസിറ്റീവ് ടെർമിനലാണ് വലിയ വര, ചെറിയ വര നെഗറ്റീവ് ടെർമിനൽ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ. ഇനി സോഴ്സ് ഓഫ് EMF എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾ നവംബറിലുള്ള പരീക്ഷ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയല്ലേ? സ്കൂളിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞോ? ഒബ്ജക്റ്റീവ് ടൈപ്പ്. ഓക്കെ, അപ്പോൾ പഠിക്കാൻ എളുപ്പമാണെന്ന് തോന്നും
ഇൻ ഡെപ്തിൽ അറിയണം, അതാണ് പ്രശ്നം. അതവര് 3 മാർക്കിന്റെ ഒക്കെ എഴുതുന്ന ക്വസ്റ്റ്യൻസ് തന്നിട്ട് ഓപ്ഷൻസ് തരും, നമ്മൾ ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യണ്ടേ? 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യുന്ന പറഞ്ഞേ? അല്ല, അവര് വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ട് 1 മാർക്ക് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് 3 മാർക്കിന്റെ 4 മാർക്കിന്റെ ഒക്കെ 1 മാർക്ക് തന്നിട്ട് നമ്മള് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഓപ്ഷൻസ് എടുക്കുന്നത്, അങ്ങനെ രീതി ചെയ്തിട്ടില്ല. ന്യൂമറിക്കൽസ് ഒക്കെ അങ്ങനെ ചെയ്യാം. പിന്നെ എസ്ഐസ് ഒന്നും വരുന്നില്ല എന്ന് എസ്ഐസ് ആയാലും ചോദിക്കത്തില്ല, അങ്ങനെ ഒരു ന്യൂമറിക്കൽസ് വരും. ന്യൂമറിക്കൽസ് വരും. ശരിയാ, ഡെപ്തിൽ അറിയണം. സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വല്ലതും എവിടുന്നെങ്കിലും കിട്ടുവാണെങ്കിൽ ഒന്ന് വാട്സപ്പിലോട്ട് ഇടുക. എനിക്ക് നിങ്ങളുടെ എക്സാമിനേഷൻ്റെ 2-3 സ്കൂളിലെ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഇപ്പൊ പുതിയ മോഡലിലെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടീച്ചേഴ്സ് വല്ലതും തരികയാണെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോ എടുത്തിടുക, നമുക്കത് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് നമ്മൾ EMF എന്നാണ് പറയുക. EMF ഷോർട്ട് ആയിട്ട് EMF എന്നാണ് പറയുക ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിനെ. EMF of a cell may be defined as the potential difference between the terminals of a cell when no current is drawn from the cell. What is EMF of a cell? അപ്പോൾ സെൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ടോർച്ചിൽ ഇടുന്ന ട്രൈസെൽ നിങ്ങൾ ഇമാജിൻ ചെയ്താൽ മതി, അതാണ് നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയാവുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെക്കുക. ആ ഒരു സെല്ലിന്റെ EMF, നമ്മുടെ ഇതേപോലുള്ള ഒരു സെല്ലിന്റെ EMF എന്ന് പറഞ്ഞാൽ എന്താണ്? EMF of a cell may be defined as the potential difference between the terminals of the cell when no current is drawn from the cell. അപ്പം ഈ സെല്ലിന്റെ EMF എന്ന് പറയുന്നത് ഇതിന്റെ പോസിറ്റീവ് ടെർമിനലും ഇതിന്റെ നെഗറ്റീവ് ടെർമിനലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഒരു കണ്ടീഷൻ അവർ പറയുന്നുണ്ട്, when no current is drawn from the cell. ഇതിൽ നിന്നും കറണ്ട് ഒന്നും ഡ്രോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇതൊന്നും കറണ്ട് ഒന്നും ഡ്രോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ മീനിങ് ഇത്രയും മാത്രമേ ഉള്ളൂ, ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ടിരിക്കുന്നു, ഇത് സർക്യൂട്ടിലൊന്നും കണക്ട് ചെയ്തിട്ടില്ല. ഇത് സർക്യൂട്ടിലോട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിലൂടെ കറണ്ട് ഒഴുകും. ഈ സർക്യൂട്ടിലൊന്നും കണക്ട് ചെയ്യാതെ ഫ്രീ ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ when there is no current is drawn from the cell എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഇതിന്റെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ ഈ സെല്ലിന്റെ EMF എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അല്പം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പോയിന്റ് ആണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടെ അടുത്ത സ്ലൈഡിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ തൽക്കാലം ഇത്രയും മാത്രം മനസ്സിലാക്കുക. EMF of a cell may be defined as the potential difference between the terminals of a cell when no current is drawn from the cell. Okay, മറ്റൊരു ഡെഫിനിഷൻ നമുക്ക് ഇങ്ങനെ പറയാം: the energy supplied by a source to unit charge to flow through the whole circuit is called the EMF. The energy supplied by the source to unit charge to flow through the whole circuit. അപ്പം ഒരു യൂണിറ്റ് ചാർജ് 1 coulomb ചാർജിന് ആ സർക്യൂട്ടിലെ മുഴുവനായിട്ട് ഒഴുകാൻ വേണ്ടി നമ്മളുടെ EMFന്റെ സോഴ്സ് സപ്ലൈ ചെയ്യുന്ന എനർജിയാണ് അതിന്റെ EMF എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ ഓർത്തിരുന്നാൽ മതി. ഈ ഫസ്റ്റ് ഡെഫിനിഷൻ ആണ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത്. EMF of a cell may be defined as the potential difference between the terminals of a cell when no current is drawn from the cell. EMF എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണെന്ന് പറഞ്ഞു. ഒരേ ഒരു കേസ് മാത്രമേ ഉള്ളൂ, ഇതിൽ നിന്നും കറണ്ട് ഒഴുകാത്തപ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ EMFന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ അതേ യൂണിറ്റ് തന്നെയാണ്, വോൾട്ട് അല്ലെങ്കിൽ ജൂൾ പെർ കുളം. ഓക്കെ, ഒരു കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ദ നെയിം ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഈസ് മിസ്ലീഡിങ്. അതായത് ഫോഴ്സ് എന്നാണ് പറയുന്നത് അല്ലേ, ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്നാണ് അതിന്റെ പേര്. പക്ഷെ ആക്ച്വലി അതൊരു ഫോഴ്സ് അല്ല, അതെന്ന് പറയുന്നത് എനർജിയാണ്. വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് ആണ്. അപ്പോൾ ഫോഴ്സ് എന്ന് കേൾക്കുമ്പോൾ അതൊരു ഫോഴ്സ് ആണെന്ന് ധരിക്കരുത്, അത് ഫോഴ്സ് അല്ല, വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് ആണ്. ഓക്കെ, അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന
ഒരു കാര്യമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആൻഡ് പൊട്ടൻഷ്യൽ ഫോർ ടെർമിനൽ വോൾട്ടേജ്. ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയാം. എന്താണ് ഡിഫറൻസ്? ഞാൻ നേരത്തെ ഒരു സെല്ലിന്റെ കേസ് പറഞ്ഞായിരുന്നു. ഈ സെല്ലിന്റെ EMF എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്? ഇതിന്റെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. എപ്പോൾ ഇതിൽ നിന്നും കറണ്ട് ഒന്നും ഡ്രോ ചെയ്യാത്തപ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മൾ EMF എന്ന് പറയുന്നത്. ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ രണ്ട് ടെർമിനൽ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. രണ്ട് ടെർമിനലുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ ടെർമിനൽ വോൾട്ടേജ് അല്ലെങ്കിൽ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഇതൊരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുകയും ഇതിൽ നിന്നും കറണ്ട് ഡ്രോ ചെയ്യുമ്പോൾ ഇതിന്റെ രണ്ട് എൻഡുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് EMF എന്താണെന്ന് നോക്കാം. EMF is the potential difference between the terminals of a cell when it is in open circuit. അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? when no current is drawn from it. കറണ്ട് ഒന്നും ഡ്രോ ചെയ്യാത്ത അവസ്ഥ, അതിനെയാണ് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പൺ സർക്യൂട്ടിലായിരിക്കുമ്പോൾ ഇതിന്റെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ ആ സെല്ലിന്റെ EMF എന്ന് പറയുന്നത്. എന്നാൽ ടെർമിനൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെർമിനൽ വോൾട്ടേജ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്സിസ്റ്റ് ബിറ്റ്വീൻ 2 points in a circuit when a current flows through the circuit. അപ്പോൾ നമ്മൾ ഈ സെല്ലിന് അക്രോസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക. R എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിലൂടെ കറണ്ട് ഒഴുകുമല്ലോ. ഇതിലൂടെ കറണ്ട് ഒഴുകും. ഈ കറണ്ട് ഈ സർക്യൂട്ടിലൂടെ ഒഴുകും. അങ്ങനെ ഒഴുകുമ്പോൾ ഇത് ഓപ്പൺ സർക്യൂട്ട് അല്ല, ക്ലോസ്ഡ് സർക്യൂട്ടായി. ഈ സെൽ എന്ന് പറയുന്നത് ക്ലോസ് സർക്യൂട്ടിലോട്ട് മാറി. അങ്ങനെ ക്ലോസ് സർക്യൂട്ടിലിരിക്കുമ്പോൾ ഇതിലൂടെ കറണ്ട് ഒഴുകും. ആ കറണ്ട് ഒഴുകുന്ന സമയത്ത് നമ്മൾ ഈ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിൽ വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് അതിന്റെ വോൾട്ടേജ് മെഷർ ചെയ്താൽ അതാണ് അതിന്റെ ടെർമിനൽ വോൾട്ടേജ് അല്ലെങ്കിൽ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഡിഫറൻസ് ക്ലിയർ ആയോ? നിങ്ങൾക്ക് സംശയം ഉണ്ടാകുന്ന പോർഷൻ ആണ്, അതുകൊണ്ടാണ് ഇത്രയും സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ക്ലിയർ ആയോ? ഡിഫറൻസ് ക്ലിയർ ആയോ? Yes, sir. Okay. Next difference, EMF is independent of the resistance of the circuit. EMF is independent of the resistance of the circuit. ഒരു സെല്ലിന്റെ EMF എന്ന് പറയുന്നത് ആ സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കത്തില്ല. റെസിസ്റ്റൻസിന് ഇൻഡിപെൻഡന്റ് ആണ്. റെസിസ്റ്റൻസ് ഇൻഡിപെൻഡന്റ് ആകുമല്ലോ, കാരണം എന്താ? സർക്യൂട്ട് ഓപ്പൺ ആയിരിക്കുമ്പോഴാണ് നമ്മൾ EMF എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ റെസിസ്റ്റൻസ് ഒന്നും കണക്ട് ചെയ്തിട്ടില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്. ബട്ട് ടെർമിനൽ വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഗിവൺ പോയിന്റ്സ്. അപ്പം ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് ഈസ് ദി സെക്കൻഡ് ഡിഫറൻസ്. തേർഡ് ഡിഫറൻസ് എന്താണ്? ദ ടേം EMF ഈസ് യൂസ്ഡ് ഓൺലി ഫോർ ദ സോഴ്സ് ഓഫ് EMF. ദ ടേം EMF ഈസ് യൂസ്ഡ് ഓൺലി ഫോർ സോഴ്സ് ഓഫ് EMF. EMFന്റെ സോഴ്സിന് വേണ്ടി മാത്രമാണ് നമ്മൾ EMF എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത്. എന്നാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നതാണ് സർക്യൂട്ടിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ അതിന്റെ ടെർമിനൽ വോൾട്ടേജ് അല്ലെങ്കിൽ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് അത് തമ്മിലുള്ള ഡിഫറൻസ്. നേരത്തെ ചോദിച്ചിട്ടുള്ളത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ EMF ആൻഡ് ടെർമിനൽ വോൾട്ടേജ് ഓഫ് എ സെൽ എന്ന് പറഞ്ഞാണ് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? അടുത്തത് ഇനി പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, റെസിസ്റ്റൻസിന്റെ സെല്ലിന്റെ ഇന്റേണൽ ആയിട്ടുണ്ടാകുന്ന റെസിസ്റ്റൻസ്. ഒരു സെല്ലിന്റെ ഇന്റേണൽ ആയിട്ടുണ്ടാകുന്ന റെസിസ്റ്റൻസ് ആണ് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. So what is the internal resistance of a cell? The medium of a cell offers a resistance to the flow of current through it, and it is known as internal resistance of the cell. നമുക്ക് അറിയാം, ഇലക്ട്രിക് കറണ്ട് ഈ സർക്യൂട്ടിലൂടെ ഒഴുകുമ്പോൾ നമുക്ക് ഇലക്ട്രോൺ ഫ്ലോ എന്ന് നോക്കാം. ഓക്കെ, ഇലക്ട്രോൺ ഫ്ലോ ഞാൻ
ഇതൊരു വോൾട്ട് മീറ്റർ ആണ്. അപ്പോൾ ഇതിനൊരു റെസിസ്റ്റൻസ് ഉണ്ട്. കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കായിരിക്കും. നമ്മൾ ഇലക്ട്രോൺ ഫ്ലോ എടുക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞു, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. കറണ്ട് ഫ്ലോയ്ക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇലക്ട്രോൺ ഫ്ലോ. ഞാനിവിടെ ഇലക്ട്രോൺ ഫ്ലോ പറയാം, ഈ സെല്ലിന്റെ കേസ് ആയതുകൊണ്ട് ഇലക്ട്രോൺ ഫ്ലോയുടെ കേസ് പറയാം. സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനൽ നിന്നും ഇലക്ട്രോണുകൾ ഒഴുകാൻ തുടങ്ങി. അതാണ് കാണിച്ചിരിക്കുന്നത്. അത് ഈ വോൾട്ട് മീറ്ററിലൂടെ കയറി ഇറങ്ങി അത് പോസിറ്റീവ് ടെർമിനലിലെത്തിയിട്ട് അത് അവിടെ നിൽക്കുകയാണോ ചെയ്യുന്നത്? അങ്ങനെ നിൽക്കത്തില്ല. അതെന്ത് ചെയ്യും? അതിൻ്റെ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനിലൂടെ കയറി ഇറങ്ങി ഈ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനിലൂടെ അത് നെഗറ്റീവ് ടെർമിനലിൽ എത്തിച്ചേരും. അപ്പം സെല്ലിൻ്റെ ഉള്ളിലൂടെ ഇലക്ട്രോൺ ഫ്ലോ നടക്കുന്നുണ്ട്. ഒരു സെല്ലിൻ്റെ ഉള്ളിലൂടെ ഇലക്ട്രോൺ ഫ്ലോ നടക്കുന്നുണ്ട്. ആ ഇലക്ട്രോൺ ഫ്ലോ നടക്കുന്നത് എങ്ങനെയാണ്? ആ സെല്ലിൻ്റെ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനിലൂടെയാണ് ഇലക്ട്രോൺസ് ഒഴുകുന്നത്. അപ്പം യൂഷ്വലി ഇലക്ട്രോൺ ഒരു സൊല്യൂഷനിലൂടെ ഒഴുകുമ്പോൾ അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകുന്നുണ്ടല്ലോ. സെല്ലിൻ്റെ ഉള്ളിൽ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനിലൂടെ ഇലക്ട്രോൺസ് ഒഴുകുമ്പോൾ അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട്. ആ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എ മീഡിയം ഓഫ് എ സെൽ offers a resistance to the flow of currents through it, and it is known as internal resistance of the cell. Okay. Consider a cell of EMF E. ഒരു സെല്ലിൻ്റെ EMF ആണ് E. നമ്മൾ EMF E എന്ന് എഴുതാം, അല്ലെങ്കിൽ E നമുക്കൊരു ഭംഗിയായിട്ട് ഇതേ രീതിയിൽ എഴുതാം. EMF ആണെന്ന് പെട്ടെന്ന് അറിയാൻ വേണ്ടി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് E എന്ന് എഴുതിയാലും മതി. അപ്പോൾ എനർജിയും ഇയും കൂടെ തെറ്റിപ്പോകരുതും. EMF ആണ് ഇവിടെ E ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം a cell of EMF E having internal resistance R. ഓക്കെ, അപ്പോൾ ഒരു സെല്ലിൻ്റെ അടുത്ത് തന്നെ ഒരു റെസിസ്റ്റൻസ് കാണിച്ചിരിക്കും. അതിൽ സ്മോൾ ആർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അത് യൂഷ്വലി ഇതേപോലെ ഒരു ഡോട്ടഡ് ബോക്സ് ഒക്കെ ഉപയോഗിച്ചായിരിക്കും നമ്മൾ വരയ്ക്കുക. അപ്പോൾ അതിൻ്റെ മീനിങ്, ഒരു സെല്ലിൻ്റെ തൊട്ട് നിയർ ബൈ ഒരു സ്മോൾ ആർ വെച്ച് ഒരു റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് ഒരു ബോക്സും വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ആ സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഒരു സെല്ലാണിത്. അപ്പം ഇത് ഇത്രയാണ് ഒരു സെല്ല്. ഓക്കെ, ആ സെല്ലിൻ്റെ അക്രോസ് ആയിട്ട് നമ്മളൊരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തേക്കുന്നതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. കൺസിഡർ എ സെൽ ഓഫ് EMF E having internal resistance small r. Let an external resistance capital R is connected between the terminal, forming a closed circuit. Now the total resistance of the circuit. What is the total resistance of the circuit? ഇവിടെ രണ്ട് റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ഒന്ന് എക്സ്റ്റേണൽ റെസിസ്റ്റൻസും പിന്നെ സെല്ലിൻ്റെ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസും. അപ്പോൾ ഈ രണ്ട് റെസിസ്റ്റൻസും സീരീസ് ആണ് അല്ലേ? സീരീസ് അല്ലേ? നോക്കിക്കേ, സെയിം കറണ്ട് അല്ലേ ഒഴുകുന്നത്. ഇവിടെ സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്നും കറണ്ട് ഒഴുകാൻ തുടങ്ങി. അത് ഈ റെസിസ്റ്റൻസിലൂടെ കയറി ഇറങ്ങി അത് സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസിലൂടെ കയറി ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സെയിം കറണ്ടാണ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസിലും ഇന്റേണൽ റെസിസ്റ്റൻസിലും ഒഴുകുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം ഇവിടെ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും സീരീസ് കണക്ഷനാണ്. സീരീസ് കണക്ഷൻ ആകുമ്പോൾ നെറ്റ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചായിരുന്നു. നെറ്റ് റെസിസ്റ്റൻസ് സീരീസ് കണക്ഷനിൽ സം ചെയ്താൽ മതി. അപ്പോൾ ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് ഈസ് ക്യാപിറ്റൽ ആർ പ്ലസ് സ്മോൾ ആർ എന്ന് നമുക്ക് എഴുതാം. ഇനി ഇഫ് I is the current flowing through the circuit, then according to Ohm's law, current equation എങ്ങനെ എഴുതാം? കറണ്ട് ഇക്വേഷൻ ഓംസ് ലോ അനുസരിച്ച് V is equal to IR ആണ് ഓംസ് ലോയുടെ ബേസിക് ഇക്വേഷൻ. അതിൽ നിന്നും I ഇക്വേഷൻ എങ്ങനെ എഴുതാം? I is equal to V by R ആണ്. അപ്പോൾ ഇവിടെ വോൾട്ടേജ് എന്ന് പറയുന്നത് സെല്ലിൻ്റെ EMF ആണ്. അതുകൊണ്ട് നമുക്ക് സെല്ലിൻ്റെ EMF E ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് എഴുതാം. അപ്പോൾ the current flowing through the circuit is total EMF divided by total resistance എന്ന് എഴുതാം. അപ്പം ടോട്ടൽ EMF E ആണ്, അത് കൊടുത്തു. ടോട്ടൽ റെസിസ്റ്റൻസ് R പ്ലസ് R ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ കറണ്ടിൻ്റെ ഇക്വേഷനായി I is equal to E divided by R plus R.
ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇ എം എഫിന്റെ ഇക്വേഷൻ എഴുതാമല്ലോ. ഇ എം എഫ് ഇ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ പ്ലസ് ആർ. ഐ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെ എഴുതാം? ഐ ആർ പ്ലസ് ഐ ഇൻറ്റു എഴുതാമല്ലോ. ഇക്വേഷൻ ഇങ്ങനെ എഴുതാമല്ലോ. ഇനി ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണ്? ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ആ റെസിസ്റ്റൻസ് ഇൻറ്റു അതിലൂടെ ഒഴുകുന്ന കറണ്ട്. ഓക്കെ, അപ്പം ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി അതിന്റെ റെസിസ്റ്റൻസ് ആർ ആണ്, അതിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാ? ഐ. അപ്പോൾ ഐ ആർ ആണ് ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് വി ആയിട്ട് എടുക്കാം. അപ്പോൾ വിയുടെ ഇക്വേഷൻ കിട്ടി, വി ഈസ് ഈക്വൽ ടു ഐ ആർ. അപ്പോൾ ഇവിടുത്തെ ഈ ഇക്വേഷനിൽ ഈ ഐ ആറിന് പകരം നമുക്ക് വി എന്ന് കൊടുക്കാം. അപ്പം ഇ ഈസ് ഈക്വൽ ടു വി പ്ലസ് ഐ ആർ എന്ന് ഇക്വേഷൻ എഴുതാം. അപ്പം ഇ ഈസ് ഈക്വൽ ടു വി പ്ലസ് ഐ ആർ എന്ന് എഴുതാം. അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് വിയുടെ ഇക്വേഷൻ ആയിട്ട് എഴുതുമ്പോൾ എന്ത് കിട്ടും? വി ഈസ് ഈക്വൽ ടു ഇ മൈനസ് ഐ ആർ. അപ്പോൾ വി എന്ന് പറഞ്ഞാൽ എന്താണ്? വി എന്ന് പറയുന്നത് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ്. അപ്പോൾ വി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണ് വി എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഇ മൈനസ് ഐ ആർ ആണ്. ഇ മൈനസ് ഐ ആർ. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? ഇ എം എഫ്, ഒരു സെല്ലിന്റെ ഇ എം എഫ് ഇ എന്ന് പറയുന്നത് അതിന്റെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഈക്വൽ ആണോ? ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വി. ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഈക്വൽ ആണോ? അല്ല. ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴും ഇ എം എഫിനേക്കാൾ കുറവാണ്. എന്തുമാത്രം കുറവായിരിക്കും? ഐ ആർ കുറവായിരിക്കും. എന്താണ് ഐ ആർ? ഐ എന്ന് പറയുന്നത് സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട്, സ്മോൾ ആർ എന്ന് പറയുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസിൽ, ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസിൽ ഒരു ചെറിയ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകുന്നുണ്ട്. ആ വോൾട്ടേജ് ഡ്രോപ്പ് ആണ് ഇവിടുത്തെ ഈ സെക്കൻഡ് ടേം ഐ ആർ. അപ്പോൾ ഒരു സെല്ലിന്റെ ഇ എം എഫിൽ നിന്നും ഇന്റേണൽ റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് സബ്ട്രാക്ട് ചെയ്യുന്നതാണ് നമുക്ക് അതിന്റെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചുരുക്കത്തിൽ ഇങ്ങനെ പറയാം, ഹെൻസ് ദ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് മറ്റൊരു ടേം ആണ് ടെർമിനൽ വോൾട്ടേജ്. ഹെൻസ് ദ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ദ ഇ എം എഫ്. Is always less than the EMF by an amount equal to potential drop across the internal resistance of the cell. Hence the terminal potential difference is always less than the EMF by an amount equal to the potential drop across the internal resistance of the cell. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പം ഇ എം എഫിനേക്കാൾ കുറവായിരിക്കും ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ ഇതേപോലെ ഒരു സെൽ എടുക്കുക. സെൽ എടുത്തിട്ട് ഈ സെല്ലിന്റെ ഇ എം എഫ് എന്ന് പറയുന്നത് 1.5 വോൾട്ട് ആയിരിക്കും. 1.5 വോൾട്ട് അതിൽ എഴുതിയപ്പോണ്ട് അതിന്റെ ഇ എം എഫ് 1.5 വോൾട്ട് ആണ്. ഇനി ഇതിന് അക്രോസ് ആയിട്ട് നിങ്ങൾ ഒരു ചെറിയൊരു ബൾബ് കണക്ട് ചെയ്യുക. ഒരു ബൾബ് കണക്ട് ചെയ്യുമ്പോൾ ബൾബ് കത്തും. ബൾബ് കത്തുന്ന സമയത്ത് നിങ്ങൾ ഈ രണ്ട് ടെർമിനൽ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു വോൾട്ട് മീറ്ററോ അല്ലെങ്കിൽ ഒരു മൾട്ടിമീറ്ററോ ഉപയോഗിച്ച് നിങ്ങൾ മെഷർ ചെയ്യുകയാണെങ്കിൽ 1.5നേക്കാൾ കുറവായിരിക്കും. ചിലപ്പോൾ 1.3 ആയിരിക്കും, ചിലപ്പോൾ 1.4 ആയിരിക്കും കാണിക്കുക. അപ്പോൾ ചെറിയൊരു കുറവ് കാണിക്കും. ഒരു 0.1ൻ്റെയോ 0.2 വോൾട്ടിൻ്റെ കുറവ് കാണിക്കും. ഈ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എവിടെ പോകുന്നതാണ്? ഈ 0.1 അല്ലെങ്കിൽ 0.2 വോൾട്ട് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എവിടെ പോകുന്നതാണ് നമ്മളിപ്പോൾ പഠിച്ചത്? ഈ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പാണ്. കാരണം ഇതിന്റെ ഉള്ളിലൂടെ കറണ്ട് ഒഴുകുന്നുണ്ട്. ഇതിന്റെ ഉള്ളിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ
ഇലക്ട്രോലൈറ്റിക് മെറ്റീരിയൽ ഒരു കറണ്ടിന് ഒരു റെസിസ്റ്റൻസ് നൽകുന്നുണ്ട്. ആ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും. അതാണ് ഈ സെക്കൻഡ് ടേം IR എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് 1.5 വോൾട്ട് ആണ് ഇതിന്റെ EMF എങ്കിലും നമ്മൾ ഒരു എക്സ്റ്റേണൽ ബൾബോ അതുപോലുള്ള റെസിസ്റ്റൻസ് എന്തെങ്കിലും കൊടുത്തിട്ട് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ അത് 1.3 വോൾട്ട് ആയിട്ട് കാണിക്കുന്നതിനുള്ള റീസൺ അതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. ഹെൻസ് ദ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഓൾവേസ് ലെസ് ദാൻ the EMF by an amount equal to potential drop across the internal resistance of the cell. Okay. നമുക്ക് നേരത്തെ പഠിച്ച ഒരു കേസിൽ നോക്കുന്ന ഈ ഇക്വേഷനിൽ നിന്നും നേരത്തെ പഠിച്ച ഒരു റിസൾട്ട് അറൈവ് ചെയ്യാൻ ഒക്കെ നോക്കാം. ഈ ഇക്വേഷൻ നമ്പർ 1 എപ്പോഴാണ് EMFന് ഈക്വൽ ആയിട്ട് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയി മാറുന്നത്? അതായത് ഈ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് EMFന് ഈക്വൽ ആകുന്നത് ഏത് കണ്ടീഷനിലാണെന്ന് നിങ്ങൾക്ക് പറയാമോ? ആ ഇക്വേഷനിൽ നിന്ന് പറയണം. ഏത് കണ്ടീഷനിലാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയ V സെല്ലിന്റെ EMF ആയ Eക്ക് ഈക്വൽ ആകുന്ന കണ്ടീഷൻ ഏതാണ്? ഏത് കണ്ടീഷനാ? പറ, ഇക്വേഷൻ നോക്കി പറ. So when current is 0. Yes, good. When this current equal to 0, when the current equal to 0, that is when no current is drawn from the cell, that is when no current is drawn from the cell, that is I equal to 0. When I equal to 0, this term will become 0. Then we can write V is equal to E. അപ്പം ഈ കണ്ടീഷനിലാണ്, അതായത് കറണ്ട് ഒന്നും ഈ സെല്ലിൽ നിന്നും ഡ്രോ ചെയ്യാത്ത സമയത്താണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും സെല്ലിന്റെ EMFഉം സെയിം ആകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ അതിന്റെ ഡെഫിനിഷൻ പഠിച്ചത്. EMFനെ ഡിഫൈൻ ചെയ്തപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് അല്ലേ? EMF ഓഫ് ദ സെൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടെർമിനൽസ് ഓഫ് എ സെൽ വെൻ നോ കറണ്ട് ഈസ് ഡ്രോൺ ഫ്രം ഇറ്റ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ when I equal to 0, the equation 1 becomes E is equal to V. Thus we can define the EMF of a cell as terminal potential difference when no current is drawn from it. Clear ആയോ? അപ്പം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും EMFഉം. അപ്പം അത് ഇത്രയും ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇനിയും 2 ടേം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആ ടേം ഒന്ന് അറിഞ്ഞിരിക്കുക. എ സെൽ ഹാവിംഗ് വെരി സ്മോൾ ഇന്റേണൽ റെസിസ്റ്റൻസ് ഈസ് കോൾഡ് കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ്. A cell having very small internal resistance. ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് വളരെ കുറവാണെങ്കിൽ അതിനെ നമുക്കൊരു കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. അതേപോലെ തന്നെ ഇഫ് എ സെൽ ഹാവിംഗ് ലാർജ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ്. അപ്പോൾ കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് എന്ന് പറയുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസ് വളരെ അധികം, വളരെ ലാർജ് ആണെങ്കിൽ അതിനെ കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് എന്നും, ഇന്റേണൽ റെസിസ്റ്റൻസ് വളരെ കുറവാണെങ്കിൽ നമ്മൾ അതിനെ കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് എന്നും പറയും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, ആ ടേം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അടുത്തൊരു എക്സസൈസ് ആണ്. ഈ എക്സസൈസ് ക്വസ്റ്റ്യൻ എഴുതുക.
Okay, a storage battery of a car has an EMF of 12 volt. A storage battery of a car. കാറിൽ ബാറ്ററി ഉണ്ടോ? കാറിന്റെ ബാറ്ററി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാറിന്റെ ബാറ്ററി Yes, sir. ഇലക്ട്രിക്കൽ കാറല്ല, നമ്മുടെ സാധാരണ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ കാറിൽ എവിടെയാ കാറിന്റെ ബാറ്ററി ഇരിക്കുക? അതിന്റെ ബോണറ്റിനുള്ളിലാണ്. അപ്പോൾ ബോണറ്റ് തുറന്നു നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരു ബാറ്ററി കാണാം. കണ്ടിട്ടില്ലാത്തവർ ഇന്ന് തന്നെ കാറിന്റെ ബോണറ്റ് ഒന്ന് തുറന്നു നോക്കി ബാറ്ററി ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ, ഫാദറിനൊക്കെ ചോദിച്ചിട്ട് മാത്രമേ ബോണറ്റൊക്കെ ഓപ്പൺ ആക്കാവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പം വഴക്ക് കിട്ടും. ഓക്കെ, a storage battery of a car has an EMF of 12 volt if the internal resistance of the battery is 0.4 ohm. What is the maximum current that can be drawn from the battery? അപ്പം ഒരു സ്റ്റോറേജ് ബാറ്ററി, കാറിന്റെ ബാറ്ററി എന്ന് പറഞ്ഞതുള്ളൂ, ഒരു ബാറ്ററിയുടെ വോൾട്ടേജ് 12 വോൾട്ട് ആണ്. അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് നൽകിയിട്ടുണ്ട് 4 ഓം ആണ്, 0.4 ഓം ആണ്, 4 ഓം അല്ല 0.4 ഓം ആണ്. വാട്ട് ഇസ് ദ മാക്സിമം കറണ്ട് ദാറ്റ് ക്യാൻ ബി ഡ്രോൺ ഫ്രം ദി ബാറ്ററി? നമുക്ക് ആ ബാറ്ററിയിൽ നിന്നും എന്തുമാത്രം കറണ്ട് മാക്സിമം ഡ്രോ ചെയ്യാന്നുള്ളതാണ്. മാക്സിമം കറണ്ട് ഡ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഓപ്പൺ സർക്യൂട്ടിലായിരിക്കുമ്പോഴാണ് മാക്സിമം കറണ്ട് നമുക്ക് ഡ്രോ ചെയ്യാൻ ഒക്കുന്നത്. അപ്പം ആ കറണ്ടിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ എഴുതാം. ഈ സെല്ലിന്റെ EMF തന്നിട്ടുണ്ട്. ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ ആർ, ഇന്റേണൽ റെസിസ്റ്റൻസ് നമ്മൾ സ്മോൾ ആർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. സ്മോൾ ആർ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് how much maximum current can be drawn from the battery. Okay, അപ്പം മാക്സിമം കറണ്ട് ഡ്രോ ചെയ്യേണ്ടപ്പോഴത്തെ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ റെസിസ്റ്റൻസ് ഒന്നും കൊടുക്കത്തില്ല. എക്സ്റ്റേണൽ ആയിട്ട് റെസിസ്റ്റൻസ് ഒന്നും കൊടുക്കാത്തപ്പോഴാണ് മാക്സിമം കറണ്ട് നമുക്ക് ഡ്രോ ചെയ്യാൻ ഒക്കുന്നത്. അതിന്റെ കാൽക്കുലേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഓംസ് ലോ തന്നെ ഉപയോഗിക്കാം. ഓംസ് ലോ V = IR ആണ്. ഇവിടെ വോൾട്ടേജിന് പകരം സെല്ലിന്റെ EMF ആണ്. അതുകൊണ്ട് Sir, can you show the previous slide? Previous slide, this slide. Yes, sir. So the next slide. നെക്സ്റ്റ് സ്ലൈഡ് ഇതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഓംസ് ലോ, അക്കോർഡിംഗ് ടു ഓംസ് ലോ V = IR ആണ്. V = IR. ഇവിടെ നമുക്ക് വോൾട്ടേജ് എന്ന് പറയുന്ന സെല്ലിന്റെ EMF ആണ്. അതിലൂടെ ഒഴുകുന്ന കറണ്ട് I ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോളർ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇക്വേഷൻ E = IR എന്നിടാം. അതായത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് സെല്ലിന്റെ EMFന്റെ ഇക്വേഷൻ E = IR എന്ന് കൊടുക്കാം. ഇതൊന്നും I കണ്ടുപിടിക്കാലോ. I = E/R. I = E/R. എത്ര കിട്ടും? 30 ampere. Yes, 30 ampere. The answer is 30 ampere. But the maximum current drawn from the given battery is 30 ampere. അപ്പോൾ 30 ampere current ആണ് എടുക്കുന്നത്. അതായത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R 0 ആയ കേസിലാണ് നമുക്ക് മാക്സിമം കറണ്ട് ഡ്രോ ചെയ്യാൻ ഒക്കുന്നത്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 30 ampere ആയിട്ട് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, NCERT exercise 3.2.
A battery of EMF 10 volt and internal resistance 3 ohm is connected to a resistor. If the current in the circuit is 0.5 ampere, what is the resistance of the resistor? What is the terminal voltage of the battery when circuit is closed? അപ്പോൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം, ടെർമിനൽ വോൾട്ടേജും കണ്ടുപിടിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ ബാറ്ററി ഓഫ് EMF 10 വോൾട്ട് ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് 3 ഓം. അപ്പം EMF തന്നിട്ടുണ്ട്, ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ ആറും നൽകിയിട്ടുണ്ട്. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ റെസിസ്റ്റർ. അപ്പം നമ്മൾ നേരത്തെ വരച്ച പടം തന്നെ ഇത് സെല്ലാണ്, ഇത്ര സെല്ലാണ്, ഇത് ഇന്റേണൽ റെസിസ്റ്റൻസ്, ഇത് EMF, ഇത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. കറണ്ട് ഒഴുകുന്നത് I. ഓക്കെ, ഇപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റയൊക്കെ എഴുതാം. സെല്ലിൻ്റെ EMF 10 വോൾട്ട്, ബാറ്ററി ഇന്റേണൽ റെസിസ്റ്റൻസ് 3 ഓം, current through the circuit is 0.5 ampere. We have to find out external resistance. External resistance കണ്ടുപിടിക്കണം. നമുക്ക് ഇക്വേഷൻ അറിയാമല്ലോ. നമ്മൾ ഒരു സെല്ലിന്റെ EMF എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലൂടെ ഒഴുകുന്ന സെല്ലിന്റെ EMF എന്ന് പറഞ്ഞാൽ അതിലൂടെ ഒഴുകുന്ന കറണ്ട് ഇൻറ്റു ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് R പ്ലസ് R ആണ്. നമുക്ക് ഈ ക്യാപിറ്റൽ R കണ്ടുപിടിച്ചാൽ മതി. കറണ്ട് തന്നിട്ടുണ്ട്, EMF തന്നിട്ടുണ്ട്, സ്മോൾ r തന്നിട്ടുണ്ട്. ഈ ക്യാപിറ്റൽ R കണ്ടുപിടിച്ചാൽ മതി. Capital R. Can you show the previous slide? Okay, sir. EMF E is equal to I into R plus R. Capital R കണ്ടുപിടിച്ചേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആവും. What is the resistance of the resistor? Yes, good. So 17. Yes, good. 70. It is 17 ohm. അപ്പം നമുക്ക് റെസിസ്റ്റൻസിന്റെ റെസിസ്റ്റർ കിട്ടി 17 ohm. അങ്ങനെയാണെങ്കിൽ ടെർമിനൽ വോൾട്ടേജ് കണ്ടുപിടിക്കാമല്ലോ. ടെർമിനൽ വോൾട്ടേജ് സെൽ ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ r, ക്യാപിറ്റൽ R. ഓക്കെ, അപ്പോൾ ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ്. ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് ഇൻറ്റു അതിലൂടെ ഒഴുകുന്ന കറണ്ട്, അതായിരിക്കും വോൾട്ടേജ് ഡ്രോപ്പ്. അപ്പം അതിന്റെ റെസിസ്റ്റൻസ് 17 ഓം കിട്ടി. അതിലൂടെ ഒഴുകുന്ന കറണ്ട് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ട് 0.5 ആംപിയർ. സോ വാട്ട് ഈസ് ദ ടെർമിനൽ വോൾട്ടേജ്? What is the terminal voltage? Terminal voltage V is equal to IR.
Sir, 8.5. Yes, 8.5. The answer is 8.5 volts. Right. Sir, previous one. Okay, sir. അടുത്ത ക്വസ്റ്റ്യൻ 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നല്ല ക്വസ്റ്റ്യൻ. In the figure shown, an ammeter A and a resistor of 4 ohm are connected to the terminal of a source. The EMF of the source is 12 volt having an internal resistance of 2 ohm. Calculate the voltmeter and ammeter reading. അപ്പം പിക്ചർ വരച്ച് വെക്കുക. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? In the figure shown, an ammeter A and a resistor of 4 ohm. Resistor of 4 ohm and ammeter is connected to the terminals of a EMF source. ഒരു സെല്ലിലേക്ക് ഒരു അമീറ്ററും ഒരു റെസിസ്റ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. സെല്ലിന്റെ EMF 12 വോൾട്ട് ആണ്. അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് സെപ്പറേറ്റ് ആയിട്ട് അവർ വരച്ചിട്ടില്ല, പകരം ആ സെല്ലിന്റെ അടുത്ത് തന്നെ 2 ഓം എഴുതിയിട്ടുണ്ട്. അതിന്റെ മീനിങ് അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് 2 ഓം എന്നാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വോൾട്ട് മീറ്ററിന്റെ റീഡിങ്ങും അമീറ്ററിന്റെ റീഡിങ്ങും, അതായത് ഇതിലൂടെ ഒഴുകുന്ന കറണ്ടും ഇതിന്റെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. ഇവിടെ മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. അമീറ്റർ എങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നത്, വോൾട്ട് മീറ്റർ എങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നത് കാര്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾ നോക്കിയേ, അമീറ്റർ ഞാൻ പറഞ്ഞു, അമീറ്റർ എപ്പോഴും സർക്യൂട്ടിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. നോക്കിയേ, ശരിയല്ലേ? സെല്ലിന്റെ പോസിറ്റീവിൽ നിന്നും കറണ്ട് ഒഴുകുന്നു, I ആംപിയർ കറണ്ട് ഒഴുകുന്നു, അത് റെസിസ്റ്ററിലൂടെ കയറി ഇറങ്ങുന്നു, അമീറ്ററിലൂടെ കയറി ഇറങ്ങുന്നു, അത് തിരിച്ച് നെഗറ്റീവിൽ എത്തിച്ചേർന്നു. അപ്പോൾ അമീറ്റർ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ വോൾട്ട് മീറ്റർ പാരലായിട്ട് കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ വോൾട്ട് മീറ്റർ നോക്കിക്കേ, ഈ പോയിന്റും തമ്മിൽ ഈ സെല്ലിന് പാരലായിട്ടാണ് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സെല്ലിന്റെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കറണ്ടും കണ്ടുപിടിക്കണം, ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാവുന്ന എന്താണ്? E is equal to I into R plus R. കറണ്ട് കണ്ടുപിടിക്കാമല്ലോ നിങ്ങൾക്ക്. ക്യാപിറ്റൽ ആറും സ്മോൾ ആറും അവർ തന്നിട്ടുണ്ട്. ഹലോ, അതെ, ആൽബർട്ട്സ് കോളേജിന്റെ ബാക്കില്. അതെ. ഓക്കെ, ശരി. ഇത് ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ റോഡ് തന്നെയാണ് കേട്ടോ. കോളേജിന്റെ ബാക്കിലാണ്, സ്കൂളിന്റെ ബാക്കല്ല, കോളേജിന്റെ ബാക്കിലാണ്. ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ റോഡ് തന്നെയാണ്. അതെ, ഗൂഗിൾ കാണിക്കുന്നത് കറക്റ്റാണ്. നാളെ ഒരു 10 മണിയൊക്കെ പോകുന്നുള്ളൂ. 10 മണി തൊട്ട് 3 മണി വരെ ഉണ്ടാവും. ശരി, നോക്കാം. ഓക്കെ, നോക്കാം. നാളെ നമുക്ക് ചെയ്യാം. സാറ് വന്നോളൂ, കുഴപ്പമില്ല. ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊണ്ടുവരണേ. ഓക്കെ. അതെ.
ഓക്കെ ശരി. ഓക്കെ, കറണ്ട് കണ്ടുപിടിച്ചോ? കറണ്ട് 2 ampere. യെസ്, 2 ആംപിയർ. അപ്പം അമീറ്റർ റീഡിംഗ് 2 ആംപിയർ കറക്റ്റ് ആണ്. വോൾട്ട് മീറ്റർ റീഡിംഗ് എത്ര കിട്ടും? 8 വാട്ട്. കറണ്ട് 2 ആംപിയർ ആയിരിക്കും. 2 ആംപിയർ കറണ്ട് ആണ് ഇതിൽ അമീറ്ററിലൂടെ ഒഴുകുന്നത്. വോൾട്ട് മീറ്റർ റീഡിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ട് 2 ആംപിയർ ഇൻറ്റു അതിൻ്റെ റെസിസ്റ്റൻസ്. അപ്പം V is equal to IR 4 into 2 is equal to 8 watt. Sir, please, sir. Sir. Why is the terminal voltage less than the EMF of the cell? Why is terminal voltage less than EMF of the cell? ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, EMF-നേക്കാൾ എപ്പോഴും കുറവായിരിക്കും ടെർമിനൽ വോൾട്ടേജ്. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൽ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ആകുന്നുണ്ട്. അതാണ് അതിൻ്റെ റീസൺ. നമുക്ക് നോക്കാം. ഹിയർ the equation is V is equal to E minus IR. The terminal voltage is less than the EMF of a cell because there is some potential drop across the cell due to its small internal resistance. The terminal voltage is less than the EMF of a cell because there is some potential drop across the internal resistance of the cell. അപ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് കാരണമാണ് എപ്പോഴും EMF-നേക്കാൾ കുറവായിരിക്കും ഇന്റേണൽ റെസിസ്റ്റൻസ്, EMF-നേക്കാൾ കുറവായിരിക്കും ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് നിർത്താൻ ക്ലാസ് അവിടെ ഇല്ല. ഒരു 5 മിനിറ്റ് കൂടെ. ഡിറ്റർമിനേഷൻ ഓഫ് ഇന്റേണൽ റെസിസ്റ്റൻസ്. നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി മറ്റൊരു ഇക്വേഷൻ നമ്മൾ അറൈവ് ചെയ്യുന്ന അത്രയും മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, നേരത്തെ നമ്മൾ എഴുതിയ ഇക്വേഷൻ I is equal to E into R plus R ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ആറിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് അതിലൂടെ ഒഴുകുന്ന കറണ്ട് ഇൻറ്റു അതിൻ്റെ റെസിസ്റ്റൻസ് ആണ്. അത് നമുക്ക് V ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഐക്ക് ഞാനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഈ ഇക്വേഷനിൽ നിന്നും ഐക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. I is equal to V/R എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. V/R is equal to E into R plus R എന്ന് എഴുതാം. R ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ വിയുടെ ഇക്വേഷനായി V is equal to ER divided by R plus R എന്ന് എഴുതാം. അതിൽ നിന്ന് നമുക്ക് ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എഴുതാം. ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ R is equal to capital R into E minus V E divided by V minus 1. അപ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ ഒരു ഇക്വേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ ഒരു ഇക്വേഷൻ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ സ്റ്റെപ്സ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. സ്കിപ്പ് ചെയ്ത സ്റ്റെപ്സ് ആണ് സൈഡിൽ എഴുതിയേക്കുന്നത്. സിമ്പിൾ സ്റ്റെപ്സ് ആണ്. അത് മാത്സ് പഠിക്കാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്യാം. അല്ലാത്തവർക്ക് സ്വന്തമായിട്ട് എഴുതാവുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം V is equal to ER divided by R plus R. അതിൽ നിന്നും ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ ആറിൻ്റെ ഇക്വേഷൻ എഴുതാം. സ്മോൾ R is equal to capital R into E divided by V minus 1 എന്ന് എഴുതാം. ഇന്റേണൽ റെസിസ്റ്റൻസിന് മറ്റൊരു ഇക്വേഷൻ എഴുതുന്നത് മാത്രം, വേറെ കാര്യമില്ല. ചിലപ്പോൾ ചില ന്യൂമറിക്കൽ ഉപയോഗിക്കാൻ വേണ്ടി പെട്ടെന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഇക്വേഷൻ എഴുതിയെന്ന് മാത്രം.
ഓക്കെ, ഇനി നിങ്ങളൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാൻ പോവുകയാണ്. Direction of conventional current inside the cell is from negative to positive electrodes, whereas outside the cell it is from positive to negative electrodes. അപ്പം ഇതൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അല്പം നിങ്ങളൊന്ന് ബ്രെയിൻ ഒന്ന് വർക്ക് ചെയ്യിച്ചാലേ അത് ക്ലിയർ ആകത്തുള്ളൂ. നമ്മളുടെ ഇലക്ട്രിക് കറണ്ടിന്റെ ഡയറക്ഷൻ, നമ്മൾ കൺവെൻഷണൽ ഇലക്ട്രിക് കറണ്ടിന്റെ ഡയറക്ഷൻ എപ്പോഴും നമ്മൾ പറയുന്നത് ഒരു സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്കായിരിക്കും. കറണ്ടിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്ക്. എന്നാൽ ഈ കറണ്ടിന്റെ ഡയറക്ഷൻ ഒരു സെല്ലിന്റെ ഉള്ളിൽ, ഇൻസൈഡ് ദ സെൽ എങ്ങനെ ആയിരിക്കും എന്നും കൂടെ നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഒരു സെല്ലിന്റെ ഉള്ളിൽ അതിന്റെ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും നമുക്കൊന്ന് നോക്കാം. ഔട്ട്സൈഡ് എങ്ങനെയാണെന്ന് പറഞ്ഞത്, ഔട്ട്സൈഡ് പോസിറ്റീവ് ടെർമിനലിൽ നിന്നും കറണ്ട് ഒഴുകി നെഗറ്റീവ് ടെർമിനലെത്തും. നെഗറ്റീവ് ടെർമിനലെത്തുന്ന കറണ്ട് അവിടെ തന്നെ നിൽക്കുകയാണോ ചെയ്യുന്നത്? അല്ല, അത് അതിന്റെ സെല്ലിന്റെ ഉള്ളിലുള്ള ഇലക്ട്രോലൈറ്റിലൂടെ കയറി ഇറങ്ങി അത് വീണ്ടും പോസിറ്റീവ് ടെർമിനലെത്തണം. അപ്പോൾ ഒരു സെല്ലിന്റെ ഉള്ളിൽ കറണ്ടിന്റെ ഡയറക്ഷൻ നമ്മൾ പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ടെർമിനലിൽ നിന്നും പോസിറ്റീവ് ടെർമിനലിലേക്കായിരിക്കും. പറഞ്ഞത് ക്ലിയർ ആയല്ലോ? ഒരു സെല്ലിന്റെ ഉള്ളിൽ ഇലക്ട്രിക് കറണ്ടിന്റെ ഡയറക്ഷൻ എപ്പോഴും നെഗറ്റീവ് ടെർമിനലിൽ നിന്നും പോസിറ്റീവ് ടെർമിനലായിരിക്കും. ഔട്ട്സൈഡ് എങ്ങനെയാണ്? ഔട്ട്സൈഡ് എപ്പോഴും പോസിറ്റീവിൽ നിന്നും നെഗറ്റീവ് ആണ്. ഔട്ട്സൈഡ് എപ്പോഴും പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കായിരിക്കും. എന്നാൽ അതിന്റെ ഉള്ളിൽ, സെല്ലിന്റെ ഉള്ളിൽ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കായിരിക്കും മൂവ് ചെയ്യുക, ഇലക്ട്രിക് കറണ്ടിന്റെ ഡയറക്ഷൻ വരയ്ക്കുക. ഡൗട്ട് വല്ലതും ഉണ്ടോ? ഓക്കെ, സാറിന് അതിൽ സംശയം ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് സംശയം ഇല്ല എന്നറിഞ്ഞതിൽ സന്തോഷം. അടുത്തത് നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസും ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പിക്ചർ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഒരു സെൽ, ഈ EMF ഉള്ള ഒരു സെൽ, അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് അതിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ വരയ്ക്കും. ഇന്റേണൽ റെസിസ്റ്റൻസ് നമ്മൾ സ്മോൾ r എന്ന് പറയുന്ന ലെറ്റർ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതൊരു ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് ബോക്സിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. രണ്ടാമത് മറ്റൊരു പോയിന്റ് നമുക്ക് അറിയേണ്ടത്, EMF ഓഫ് എ സെൽ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് വിച്ച് ഈസ് കണക്റ്റഡ് അക്രോസ് ദി സെൽ. അപ്പം ഒരു സെല്ലിന്റെ EMF എക്സ്റ്റേണലി നമ്മൾ കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ്, അത് 10 ഓമോ 20 ഓമോ എന്നുള്ളതൊന്നും EMF-നെ, സെല്ലിന്റെ EMF-നെ ബാധിക്കില്ല. The EMF of a cell does not change with the external resistance. On the other hand, terminal potential difference V of the cell is directly proportional to external resistance are connected to the cell. നേരത്തെ ഒന്ന് പറഞ്ഞതാണ്, അത് വീണ്ടും ഒന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, റൈറ്റ് എനി ടു ഫാക്ടേഴ്സ് ഓൺ വിച്ച് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ ഡിപ്പെൻഡ്സ്. സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ ഡിപ്പെൻഡ്സ് ഓൺ the concentration of the electrolyte and distance between the two electrodes. അപ്പം ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷനും അതേപോലെ തന്നെ രണ്ട് ഇലക്ട്രോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയുമാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഒത്തിരി സമയമായി, നമുക്ക് ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.